നാം പാടിയതുപോലെ അതിശയകരമായി അധികമായി നമ്മെ കരുതി നിർത്തിയ ദൈവത്തിന് നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, സൂര്യകാന്തി പൂക്കളെ നോക്കുമ്പോൾ എന്തുമാത്രം ഭാരം അതിൻ്റെ ഹെഡിനുണ്ട് എങ്കിലും അത് സൂര്യനെ നോക്കി വിരിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് ആരാധിക്കുവാൻ കൂടുന്ന വിശ്വാസജനം, ആരാധിക്കുന്ന ജനം. പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ഈ ദൈവത്തെ നോക്കി നിൽക്കുന്ന ആരാധിക്കുന്ന ജനം. എന്നാൽ ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെയാണ്. നമ്മുടെ തമ്പുരാൻ നമ്മെ നിർത്തിയവൻ, നമ്മെ വിളിച്ചവൻ, നമ്മെ നടത്തിയവൻ, നമ്മെ നട്ടവൻ. അവൻ വിളിക്കുമ്പോൾ അവൻ്റെ മടിയിൽ എത്തിച്ചേരേണ്ടവരാണ്. അവൻ്റെ സന്നിധിയിൽ സ്വർഗീയ സേനയോടൊപ്പം ആരാധിക്കേണ്ടവരാണ്. ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ സങ്കീർത്തന ധ്യാനത്തിലൊരിക്കൽ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് 54-ാം സങ്കീർത്തനം ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. 7 വാക്യങ്ങളുണ്ടല്ലോ. വളരെ ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടെയും പ്രത്യാശയോടെയും നമുക്ക് വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കാം. 54-ാം സങ്കീർത്തനം. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു, ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുമില്ല. ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു, കർത്താവിന്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ ഉണ്ട്. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും, നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. സമാധാനത്തോടെ ഞാൻ നിനക്ക് അനന്യം കഴിക്കും. യഹോവേ, നിന്റെ നാമം നല്ലതെന്നും ചൊല്ലി ഞാൻ അതിനെ സ്തോത്രം ചെയ്യും. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എന്റെ കണ്ണിന്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. 54-ാം സങ്കീർത്തനം ഒന്നിച്ച് വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത് ദൈവം കരുതുന്നവനാണ്. അവൻ നമുക്ക് ഒരു ഷെൽട്ടർ ഒരുക്കിയിരിക്കുന്നു, അവൻ നമുക്കൊരു സംരക്ഷണം ഒരുക്കിയിരിക്കുന്നു. പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഈ ദൈവം നമുക്ക് ഉപകാരം ചെയ്യുന്നവനാണ് എന്ന് ദാവീദ് വളരെ വ്യക്തമായി ഈ സങ്കീർത്തനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം ഈ 54-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, ഇതും ദാവീദിൻ്റെ സങ്കീർത്തനമാണ്, എന്നാൽ വളരെ രസകരമായ ഒരു കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് വളരെ ഓർഡറായിട്ടാണ്. അവിടെ ഒരു ഒഴുക്ക് പോലെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-2 വാക്യങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നെങ്കിൽ 3-ാമത്തെ വാക്യത്തിൽ എന്താണ് ദാവീദ് നേരിടുന്ന പ്രശ്നം എന്ന് നമ്മെ സൂചിപ്പിക്കുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ ദൈവം ദാവീദിനെ സഹായം ചെയ്തതിനെക്കുറിച്ചും 5-ാമത്തെ വാക്യത്തിൽ ശത്രു ഏത് രീതിയിലാണോ പ്രയാസത്തിൻ്റെ അനുഭവത്തിലേക്ക് നടത്തുന്നത് അവരെ സംഹരിക്കുന്നതിനെക്കുറിച്ചും 6-ാമത്തെ വാക്യത്തിൽ ഒരു സമർപ്പണത്തെക്കുറിച്ചും 7-ാമത്തെ വാക്യത്തിൽ ആരാധനയെക്കുറിച്ചുമാണ് പറയുന്നത്. ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ, ഇന്ന് നമ്മൾ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ, ഇന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതും നാം ഭവനത്തിൽ പോകുമ്പോഴും ഈ നാളുകളിൽ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ സന്ദേശം ഈ സങ്കീർത്തനത്തിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ 6-ാമത്തെ വാക്യത്തിലാണ്. അതുകൊണ്ട് ടേക്ക് ഹോം മെസ്സേജ് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഇന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നു, സ്വമേധയാ ദാനമായ യാഗം, ഫ്രീലി സാക്രിഫൈസ്. ഈ നാളുകളിലൊക്കെ നാം യാഗത്തെക്കുറിച്ചൊക്കെ വളരെ നന്നായി കേട്ടു. 5 യാഗമുണ്ട്. വോളണ്ടറി സാക്രിഫൈസ് ഉണ്ട്, മാൻഡേറ്ററി സാക്രിഫൈസ് ഉണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ദേവദാസൻ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി ദൈവസ്ഥനിൽ അകന്നുപോയ മനുഷ്യനെ തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഈ ലോകത്തെയും നമ്മയും സ്നേഹിച്ചതുകൊണ്ട് അവൻ തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി. കൽഗുത്ത മലയുടെ മുകളിൽ മരക്കുരിശിൽ 3 അണിമേൽ മരണത്തോടെ അടുത്ത കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ തമ്പുരാൻ മരണം നമുക്ക് വേണ്ടി യാഗമായി തീർന്ന തമ്പുരാൻ. അതുകൊണ്ട് ഇനി ഒരു യാഗത്തിൻ്റെ ആവശ്യമുണ്ടോ? അതിനപ്പുറമായി ഈ ദൈവത്തെ
നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം സ്വീകരിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് പോലെ, എമിറേറ്റ്സ് ഐഡിയും വിസായും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് പോലെ ഈ കർത്താവുമായി നമുക്കൊരു ലിങ്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് 6-ാം വാക്യത്തിൽ പറയുകയാണ്. അതുകൊണ്ട് അവൻ്റെ നമ്മുടെ ഹൃദയത്തിലേക്ക് പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും ഈ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ സ്വമേധയാ ദാനം. അതിനാണ് നമ്മെ വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനതിൻ്റെ ആദ്യം മുതലുള്ള വാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ, എൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ഒത്തിരി ഡെഫിനിഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഞാനൊരു വേറൊരു ഇത് വായിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ചൊരു ചിന്ത, നമ്മളിവിടെ ഇരിക്കുന്നവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നമുക്കൊരു പ്രയാസം വരുമ്പോൾ നാം സ്നേഹിക്കുന്നവരോട്, നമുക്ക് വിശ്വാസമുള്ളവരോട്, നമ്മെ കരുതുന്നവരോട് നമ്മളത് പങ്കുവെക്കും. ദാവീദും ഇതുപോലെയാണ്. ഈ ദൈവത്തോട് ദാവീദ് പങ്കുവെക്കുകയാണ്. നല്ല മലയാള ഭാഷയിൽ പറഞ്ഞാൽ മിണ്ടിയും പറഞ്ഞു ഇരിക്കുന്ന ദാവീദിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ ജീവിതത്തിൻ്റെ പ്രതികൂല അനുഭവങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ദാവീദ് ദൈവത്തോട് മിണ്ടിയും പറഞ്ഞു ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രയാസവും സങ്കടവും ദുഃഖവും ഒക്കെ ദാവീദ് ദൈവത്തിൻ്റെ അടുത്ത് പങ്കുവെക്കുന്നത്. അതിന് എന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ, അതാണ് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദാവീദിന് ദൈവവുമായിട്ടുണ്ടായിരുന്ന ഒരു ഹൃദയബന്ധം പോലെ ഈ ദൈവവുമായി നമുക്കൊരു ഹൃദയബന്ധം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ആരാധിക്കുന്ന ജനമാണെങ്കിൽ ഈ ദൈവവുമായി ഒരു ഹൃദയബന്ധം നമുക്കുണ്ടാകണം. ദാവീദ് പറയുന്നു, എന്നെ രക്ഷിക്കണമേ. ദാവീദിന്റെ പ്രാർത്ഥനകളിലൊക്കെ ദാവീദ് അത് ആവശ്യപ്പെടുന്നുണ്ട്. കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ ദാവീദ് പ്രാർത്ഥിച്ചു, എന്നെ കൈവിട്ടത് എന്ത് എൻ്റെ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ഇവിടെ ദാവീദ് അതിനുശേഷം പറയുന്ന ഒരു വാചകം, അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ്? നിന്റെ നാമത്തിൽ എന്നെ രക്ഷിക്കണം. ഏത് തരത്തിലാണ് സാത്താൻ എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഏത് തരത്തിലാണ് കഴിഞ്ഞ ആഴ്ച നാം കേട്ടതുപോലെ ഹൃദയത്തിൽ ദുഷ്ടത, ദൈവമില്ലാത്ത അനുഭവങ്ങൾ ഹൃദയത്തിൽ കരുതിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മൂഢനെ പോലെയുള്ളവർ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നാം അറിയുന്നില്ല. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ, അഥവാ ദൈവത്തിൻ്റെ നാമത്തിൽ, ഏത് ശക്തി ഈ ഭൂമിയിലുണ്ടോ ആ ശക്തിയെ അറിയുന്നവനും തടയുന്നവനുമായിട്ടുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ എന്നെ രക്ഷിക്കണമെന്ന് ദാവീദ് പറയുമ്പോൾ, ദാവീദിന് അംഗരക്ഷകരുണ്ട്, ദാവീദിനെ സംരക്ഷിക്കുന്ന സേനയുണ്ട്, ദാവീദിന്റെ കയ്യിലെ പവറുണ്ട്, അധികാരമുണ്ട്. എന്നിട്ടും ദാവീദ് പറയുക, രക്ഷ ദൈവത്തിലൂടെ അല്ലാതെ സാധ്യമല്ല എന്ന ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുക. ദൈവത്തിൻ്റെ ശക്തി, ദാവീദിന്റെ കയ്യിൽ പ്രാണനെ രക്ഷിക്കുന്നവരുണ്ട്. എങ്കിലും ദാവീദിന് വിശ്വാസം ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ നാമവുമാണ് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ, ഇന്ന് ഈ പകൽക്കാലം ദൈവസന്നിധിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ നാമത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലും ആശ്രയിക്കാതെ എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരു രക്ഷയില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് പോകുകയാണ്. അവിടെ പറയുന്നു ദൈവമില്ലാത്ത ജാതികൾ എന്ന്. അതുതന്നെയാണ് 53-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യത്തിൽ നാം വായിച്ചത്, മൂഢൻ, ദൈവം ഹൃദയത്തിൽ ഇല്ലാത്തവർ. എന്നാൽ അതിനുശേഷം പറയുന്ന വാക്കാണ് നാം ശ്രദ്ധിക്കേണ്ടത്, അവർ ദൈവത്തെ മുൻപാകെ വെച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവമില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ദൈവത്തെ മുൻപാകെ വെക്കുവാനായിട്ട് സാധിക്കുക? ദൈവത്തെ മുമ്പാകെ വെക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് എടുത്ത് വെക്കുക എന്നുള്ള അർത്ഥമല്ല. മറിച്ച് നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ, അത് സങ്കീർത്തന ധ്യാനമായിക്കോട്ടെ, വചന ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, ഓഫീസിലെ ജോലി ആയിക്കൊള്ളട്ടെ, അല്ല നമ്മൾ വാഹനം ഓടിക്കുകയാകട്ടെ, നമ്മുടെ മുൻപാകെ ഈ ദൈവമില്ലെങ്കിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും, അത് നമ്മുടെ ചിന്തയിലായിക്കോട്ടെ, ഭവനത്തിലായിക്കോട്ടെ, കിച്ചണിലായിക്കോട്ടെ, എവിടെയും നമ്മുടെ മുമ്പിൽ ഈ ദൈവമുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹമെന്തോ അത് സാധ്യമായി തീരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ 4-ാമത്തെ വാക്യത്തിലേക്ക് വളരെ പെട്ടെന്ന് സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് പോവുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന, ദൈവം എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക്, ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെ ദൈവം കരുതും, അവർക്ക് ഉപകാരം ചെയ്യും. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് എന്നെയും നിങ്ങളെയും ശക്തമായി സ്വാധീനിക്കേണ്ടതാണ്. എന്താണെന്നറിയാമോ? പ്രാണനെ കാക്കുന്നവരോടൊപ്പം ദൈവമുണ്ട്. എൻ്റെ പ്രാണനെ കാക്കുന്നവരോടൊപ്പം ദൈവമുണ്ട്. എന്തിനാ നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്? നമ്മളെക്കുറിച്ചായി പറയുന്നത്. നാം കൂടിയിരിക്കുന്നു, നാം ആരാധിക്കുന്നു,
നാം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നു. എന്തിനാ? അനേകരുടെ ആശ്വാസത്തിന് വേണ്ടി, അനേകരുടെ സൗഖ്യത്തിന് വേണ്ടി, അനേകരുടെ പ്രാണനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവജനം ഒന്നിച്ചുകൂടി ആരാധിക്കുമ്പോൾ, ദൈവജനം ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാണനെ വീണ്ടെടുക്കുവാനുള്ള ഒരു വലിയ ശുശ്രൂഷയാണ്. ജനം നമ്മെ നോക്കിയിട്ട് പറയണം, എൻ്റെ പ്രാണനെ രക്ഷിക്കുന്നവരോടൊപ്പം ദൈവമുണ്ടെന്ന്. ഞാനിന്ന് ആരാധിക്കുവാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിന്റെ മനസ്സിൽ വരണം, എന്നെക്കുറിച്ച് എന്നെ കാണുന്നവർ പറയണം, എൻ്റെ പ്രാണനെ രക്ഷിക്കുന്നവരോടൊപ്പം ദൈവമുണ്ട്, എനിക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരോടൊപ്പം ദൈവമുണ്ട്, എനിക്ക് വേണ്ടി ആരാധിക്കുന്നവരോടൊപ്പം ദൈവമുണ്ട് എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് ചെല്ലണമെങ്കിൽ 6-ാം വാക്യത്തിലേക്ക് ഞാൻ വീണ്ടും പോകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവത്തിന് സ്ഥാനം കൊടുക്കണം. 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ജീവഹാനി വരുത്തുന്നവരെ സംഹരിച്ചു കളയുന്നു. പുതിയ നിയമ കാഴ്ചപ്പാടിൽ പാപത്തെയാണ്, പാപിയെ അല്ല സംഹരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ദൗത്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ആരാധനയിലൂടെയും ദൈവ പൈതൽ എന്നുള്ള പേര് കിട്ടുവാൻ തക്കവണ്ണം, കഴിഞ്ഞ ആഴ്ച സങ്കീർത്തനം വായിച്ചപ്പോൾ മൂഢൻ തൻ്റെ ഹൃദയത്തിൽ ദൈവമില്ല എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പോലെയാണ്. ആ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താൽ കാണുന്ന ഐക്കണിൻ്റെ പേരാണ് മൂഢനെന്നെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവമുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ മുന്നിൽ കാണുന്ന ഐക്കണിൻ്റെ പേര് ദൈവ പൈതൽ എന്നാണ്. ഈ അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ പറയുന്നു, സംഹരിച്ചു കളയുക എന്ന് പറയുമ്പോൾ ദൈവമില്ലാത്തവനെ ദൈവമുള്ളവനാക്കി പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന അനുഭവമാണ്. ഞാൻ എൻ്റെ വാക്ക് പറഞ്ഞ് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലെ ദുഷ്ടതയെ സംഹരിച്ചു കളയുന്ന ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. 7-ാം വാക്യത്തിൽ പറയുന്നത് അവിടെ ജയഘോഷമാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവമുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ വാക്കുകളെല്ലാം ഒന്ന് സംഹരിക്കുക. ഹൃദയത്തിൽ ദൈവമുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിൽ ഈ ദൈവത്തെ നമ്മുടെ മുൻപാകെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദൈവത്തോട് നമ്മൾ മിണ്ടിയും പറഞ്ഞു ഇരിക്കുന്ന ഒരു ഹൃദയബന്ധം ഒരു ആത്മബന്ധം നമുക്കുണ്ടെങ്കിൽ, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് ഇവർ ദൈവത്തെ അറിയുന്നവരെന്ന് പറയുന്നെങ്കിൽ നമുക്കും ആരാധിക്കുവാനുള്ള യോഗ്യതയുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് തന്നെ സമർപ്പിക്കാം. ദൈവമായ യോഗ്യരാകട്ടെ. ആരാധനയ്ക്കായി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമ്പോൾ ഈ ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് വരുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും ദൈവ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ വർഷങ്ങളായി നമ്മൾ ഒരുമിച്ച് ദൈവിക ആരാധനയിൽ കൂട്ടായ്മയായി പങ്കെടുക്കുന്ന അവസരം, ഇന്ന് പ്രത്യേകം ഓർക്കുവാനുള്ള ഒരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട ഹാനി നമ്മോടൊപ്പം ഇല്ല. കൂട്ടായ്മയുടെ ആദ്യകാലം മുതൽ ഹാനിയും ജോൺസനും പിന്നെ അവർക്കുണ്ടായ പൈതൽ സ്റ്റെഫിയും അവര് കൂട്ടായ്മയിൽ സജീവമായിരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതും എടുത്തു പറയേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. ചെറുപ്പം മുതൽ അവരുടെ മകളെയും ഈ കൂട്ടായ്മ ബന്ധത്തിൽ അവർ വളർത്തി. സൺഡേ സ്കൂളിലും ആരാധനയിലും കൂടിവരവുകളിലും ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഈ വർഷത്തിന്റെ അവസാനത്തെ ഹലോ പറഞ്ഞോ കേൾക്കാം. കൂട്ടായ്മയിലും ആരാധനയിലും സൺഡേ സ്കൂളിലും ഒക്കെ മകളെയും പരിശീലിപ്പിച്ചു. ഇന്നും അവള് ദൈവസന്നിധിയിൽ വളരെ ഭക്തിയോടെ കുടുംബമായി ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ചയിലും ജോൺസൺ കൂട്ടായ്മയിൽ സംബന്ധിച്ചിരുന്നു എന്നറിയുവാനിടയായി. അവിടെ മകളിലോട്ട് കയറി വരുന്നതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഹാനി വന്നിരുന്നില്ല എന്ന് കേൾക്കുവാനും ഇടയായി. എന്നാൽ പെട്ടെന്നുള്ള രോഗബന്ധനത്തിൽ ആ പ്രിയപ്പെട്ട ദാസി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമുക്കെല്ലാവർക്കും വളരെ ദുഃഖത്തിൻ്റെ അവസ്ഥയാണ്. ആ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ട ജോൺസൺ, സ്റ്റെഫി, അവരുടെ ഭർത്താവ് നീൽ, അതുപോലെ അവരുടെ കുടുംബത്തിൽ ബന്ധപ്പെട്ട എല്ലാവരുടെയും ദുഃഖത്തിൽ അതോടെ നമ്മളും പങ്കുചേരുന്നു കൂട്ടായ്മയായി. ഇന്നലെ നടന്ന സംസ്കാര ശുശ്രൂഷയിലെ
നമ്മളെ ഫാസ്റ്റിംഗ് പ്രയറായി കൂട്ടായ്മയായി ചെന്ന് സംബന്ധിക്കുന്നതിനിടയായി. പേര് പറയത്തക്കവണ്ണമല്ല, അനേകം ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ സണ്ണിയും ഞാനും കൂടെ ഇവിടുന്ന് പോയത്, തോമാച്ചായന്, അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ആ കൂട്ടത്തിൽ സംബന്ധിച്ചു. റെജിയച്ചൻ ഉണ്ടായിരുന്നു, അജി ഉണ്ടായിരുന്നു, അതുപോലെ ഇടവകയിലുള്ളവരും കഴിഞ്ഞ കാലങ്ങളിൽ ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിച്ച എല്ലാവരും ഉണ്ടായിരുന്നു. കൂട്ടായ്മയുടെ പേരിലുള്ള അനുശോചനം അറിയിക്കുവാൻ ദൈവം സഹായിച്ചു. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതിലൊക്കെ അപ്പുറമായി ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നാം ഓർക്കേണ്ടത്, ഇതേ പാതയിൽ നാം എല്ലാവരും യാത്ര ചെയ്യേണ്ടവരാണ്. യാതൊരു മാറ്റവുമില്ല. ദൈവഹിതമാണ്. പ്രിയംവച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടണം. അപ്പൊ കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയെന്ന് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുമ്പോൾ, ഈ ലോകത്തിലെ സൗഖ്യവും സുഖവും അല്ല, പിന്നെയോ കർത്താവ് ഒരുക്കുന്ന നിത്യതയുടെ അനുഭവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ, അതിനാ നമ്മുടെ കൂടിവരവെ കൂട്ടായ്മ, ഒരുമിച്ചുള്ള പ്രാർത്ഥനയൊക്കെ. അത് നമ്മൾ ഓർക്കുകയും അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കുകയും ചെയ്യാം. 90-ാം സങ്കീർത്തനത്തിൽ മോശ പറയുന്നു, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ബുദ്ധി ഉപദേശിക്കണമേ. ദൈവത്തിൽ നിന്നുള്ള ഈ ബുദ്ധി ഉപദേശം പ്രാപിച്ച് വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. ഈ പ്രിയപ്പെട്ട കുടുംബത്തെ നമുക്ക് ഓർക്കാം, അവരുടെ സങ്കടത്തിൽ പങ്കുചേരാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനത്തിൽ കർത്താവ് അവരെ ആശ്വസിപ്പിക്കട്ടെ. ദൈവനാമം അങ്ങനെ മഹത്വപ്പെടുത്തട്ടെ. കൂട്ടായ്മയുടെ നാമത്തിലുള്ള അനുശോചനവും അതുപോലെ അതിനപ്പുറമായി കൂട്ടായ്മയുടെ നാമത്തിലുള്ള പ്രത്യാശ ഈ പ്രിയപ്പെട്ടവര് ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബഹുമാന സൂചകമായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഒരു മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്രിയ ജോൺസന് മുന്നോട്ട് ജീവിക്കാനുള്ള ശക്തി ദൈവം നൽകി കൊടുക്കത്തക്കവണ്ണം. പ്രിയപ്പെട്ടവർ ശവസംസ്കാര ശുശ്രൂഷയിലുമൊക്കെ വളരെ ബലപ്പെട്ടിരുന്നു. തുടർന്നും അവർക്ക് ബലം പ്രാപിക്കത്തക്കവണ്ണം സ്റ്റെഫിയെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു മിനിറ്റ് ആ കുടുംബത്തെയും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാം യേശു തമ്പുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടുകൂടി കേൾക്കുമാറാകണമേ. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നമ്മളെ അളവുകൂടെ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാ. നമ്മുടെ ലോകം വളരെയധികം വഷളത്വം നിറഞ്ഞ ലോകത്തോട്ടാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഓരോ പ്രഭാതം ഉദിക്കുമ്പോഴും ഒന്നിയിൽ അപകട മരണം, അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, പണത്തിന് വേണ്ടി മാതാപിതാക്കളെ കൊല്ലുന്ന കുഞ്ഞുങ്ങൾ, തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണല്ലോ ഈ അഭിമുഖീകരിച്ചിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാൻ, ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയം ഒരുപാട് ദീർഘിച്ചു പോയി എന്ന് എൻ്റെ എളിയ ചിന്തയിൽ തോന്നുക. നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ധ്യാനം നമ്മൾ കേട്ടു. 54-ാം സങ്കീർത്തനം പ്രിയ കർത്താവിൻ്റെ ദാസന് കർത്താവ് ആഴമായി നമുക്ക് പകർന്നു തന്ന് നമ്മുടെ ഉള്ളങ്ങളിൽ അത് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്നവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമുക്ക് കഴിയാത്ത കർത്താവിന് സർവ്വം സാധ്യമാണ്. അവിടുന്ന് പലവിധ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ സമർപ്പിക്കുമ്പോൾ ഉത്തരം വരേണ്ടത് ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മളുള്ളത്. കർത്താവ് നടത്താൻ മതിയായ ദൈവമാണ്. മധ്യസ്ഥ അണപ്പാനോ
സുവിശേഷം പറയുവാനുള്ള യോഗ്യതയോ കഴിവൊന്നുമില്ല. എനിക്കൊന്നും മാത്രമേ പറയാനുള്ളൂ. ഒരു ക്രിസ്ത്യാനിയായി ദൈവത്തെ അറിയുന്ന ഒരു മാതാപിതാക്കളുടെ മകനായി ജനിച്ചു എന്നുള്ള ശ്രേഷ്ഠതയല്ല ഒന്നുമില്ല. എന്നെ നിലനിർത്തിയ കർത്താവിന് വിശ്വസ്തതയൊന്നും മാത്രമാ. നമ്മുടെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മുറ്റുമായി അധ്യക്ഷ പദവിയിലുള്ള നമ്മുടെ ബേക്കുട്ടിച്ചാനായി അപ്പനും അമ്മയ്ക്കായും പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലും താൻ ഓടിയത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും വലിഞ്ഞു കഴിഞ്ഞുമായി എത്തിച്ചേരുന്നുണ്ട്. തന്റെ കർത്തവ്യങ്ങളൊക്കെയും കർത്താവിന്റെ ദാസൻ നിറവേറ്റുന്നുണ്ട്. നമ്മൾ ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ ഭാവിച്ചാനായ അമ്മയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവ് കൊടുത്ത ധൈര്യത്തിനായും ആരോഗ്യത്തിനായും ബലത്തിനായും കർത്താവിനെ മഹത്വപ്പെടുത്താം. ആരോഗ്യമുള്ളവർക്ക് പോലും ഈ 3 സ്റ്റെപ്പ് കയറി 3 ഫ്ലോർ കയറാൻ കഴിയാത്തപ്പോൾ അവര് ഈ പ്രായത്തിലും അവർ ശുശ്രൂഷ ശ്രേഷ്ഠമായി ചെയ്യുന്നു. അവരെ ബലപ്പെടുത്തണമേ കർത്താവേ എന്നോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ഞാൻ കയറി വരുമ്പോൾ കഥച്ച് നിൽക്കാറുണ്ട്. കർത്താവ് ഇപ്പോഴും അവരെ ബലപ്പെടുത്തുന്നല്ലോ. തങ്ങൾ പുറത്തു പോകുമ്പോഴും കർത്താവ് അവർ പല ശുശ്രൂഷകൾ ഓരോരുത്തരെ ഫലം ഏൽപ്പിച്ചിട്ട് കടന്നു പോയി തിരിച്ചു വരുന്നു. കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയ രായ്ച്ചാനായി പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് തന്നെ നല്ല സുവിശേഷം കാഴ്ചവെച്ച വ്യക്തി ജീവിത പ്രിയ രായ്ച്ചാൻ ശാരീരമായ ക്ലേശം അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്, ജീവിച്ചിരിക്കുന്ന ദൈവം. ഞാൻ വന്ന കാലം തൊട്ട് രായ്ച്ചാനെ അറിയുന്നതാ. ക്ലോക്ക് ടവറിലെ പ്രയറിലും തന്റെ തീഷ്ണതയോടെ വെളിപ്പെടുത്തിയിട്ടുള്ള കർത്തൃദാസന കുടുംബമായി ബലപ്പെടുത്തണമേ, സൗഖ്യം അയക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പാടുവാനും പ്രാർത്ഥിപ്പാനെല്ലാം നമുക്കൊന്നും കഴിയത്തില്ലല്ലോ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി സന്ധ്യയാമോൻ തെളിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിച്ചൊരു വിഷയമാണല്ലോ നമ്മുടെ ആനി സിസ്റ്ററുടെ വേർപാട്. ആനി സിസ്റ്ററും ജോൺസൺ ബ്രദറും എൻ്റെ ആദ്യകാല സുഹൃത്തുക്കൾ തന്നെയാ. 40 വർഷക്കാലം പ്രിയ ജോൺസൺ ബ്രദർ ഈ ദേശത്തിന്റെ വിളക്കായി നമ്മളോട് പോയി ശുശ്രൂഷ ചെയ്ത വ്യക്തി ജീവിതമാ. ഒരു ആഴ്ച പോലും മുടങ്ങാതെ സ്ഥലത്തുണ്ട് നമ്മളോട് സഹകരിക്കുന്ന വ്യക്തിയായിരുന്നു. പ്രിയ ആനി സിസ്റ്റർ തന്റെ സ്വരമാധുര്യത്താൽ പാട്ടുകൾ പാടി ദേവാലയത്തിലും പല വേദികളിലും നമ്മളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി 56 വയസ്സ് വരെയും ഈ ലോകത്തിന്റെ പരപ്പിൽ ജീവിച്ച സഹോദരിയ. എല്ലാ ദിവസവും മെസ്സേജുകൾ അയക്കുകയും വിഷയങ്ങൾ കൈമാറുകയും ചെയ്യുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ അങ്ങ് സ്തുതിക്കുക. നാട്ടിൽ ചെന്നപ്പോൾ ആദ്യം എനിക്ക് മെസ്സേജ് അയച്ചു, പിന്നെ എല്ലാ ലിങ്കുകളിലും മെസ്സേജ് കൊടുത്തു. ആ കർത്താവ് ധൈര്യപ്പെടുത്തിയത് ഓർത്ത് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുക. വേർപാട് ദുഃഖം തന്നെയാ ഭൗതിക ജീവിതത്തിൽ. എന്നാൽ സ്വർഗ പുനരുത്ഥാനത്തിൽ കാണാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ ആരും അനാഥരായി വിടുന്ന ഒരു ദൈവമല്ല ഉള്ളത്. വിശുദ്ധ ലൂക്കോസ് 14:18 പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി ഒരു നാളും വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണുകയില്ല. ഞാൻ നിങ്ങളെ കാണും, നിങ്ങൾ എൻ്റെ അടുക്കൽ വരും എന്ന തിരുവചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നു. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. പ്രിയ ദൈവമക്കളെ, ജീവിപ്പാനും തേജസ്സും ഓജസ്സും കർത്താവ് അല്ലാതെ ആരുമില്ല നമുക്ക് തരുവാൻ. കർത്താവ് നമ്മളെ ബലപ്പെടുത്തണം. പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയോട് ഇരുന്നാട്ട് ഒരു സുവിശേഷ വേലകളെ സുവിശേഷകരെയൊക്കെയായി പ്രാർത്ഥിക്കാം. മിഷനിന്റെ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, അടുത്ത ഷാർജ യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പിന്റെ ഒരു കൺവെൻഷൻ വരുന്നത് 24ാമത്തെ കൺവെൻഷനാണ്. പ്രിയ ജെറി ജോർജ് സഹോദരനാണല്ലോ മെസ്സേജ് തരുന്നത്. നമുക്ക് സമയം സൗകര്യമൊക്കെ അറേഞ്ച് ചെയ്ത് ആ ശുശ്രൂഷയിൽ പങ്കെടുപ്പാന് നമുക്ക് സഹകരിക്കണമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ശരീരക്ലേശങ്ങളുള്ള അനവധി ആൾക്കാരുണ്ട്. എന്നാലും ആ ശുശ്രൂഷ മിസ്സാകരുതെന്ന് ഞാൻ പ്രാർത്ഥനയെ ഓർക്കുക. മാർച്ച് 10, 11, 12 ആണല്ലോ ആ ഡേറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ഷാർജ ഫെലോഷിപ്പ് പ്രയർ ഫെലോഷിപ്പിലാണ്, വർഷപ്പ് സെന്ററിലാണല്ലോ ശുശ്രൂഷ നടക്കുന്നത്. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ചെറി ജോർജ് നല്ല വചനങ്ങളാൽ നമ്മളെ നിറയ്ക്കും എന്ന് പ്രത്യാശയോടെ നമുക്കിരിക്കാം. പ്രാർത്ഥനയോടെ എല്ലാവരും ഇരുന്നാട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. നമ്മളെല്ലാവരും പ്രിൻസ് എന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. സർജറി കഴിഞ്ഞ പ്രിയ കർത്താവിന്റെ ദാസൻ ബയോപ്സി റിപ്പോർട്ടൊക്കെ ലഭിച്ചു, എന്നാൽ യാതൊരു കുഴപ്പമില്ല എന്ന് മെസ്സേജ് കിട്ടിയല്ലോ. ആ കർത്തദാസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പരിപൂർണ്ണ വിടുതൽ കൊടുക്കണമേ ദൈവമേ, സഹായിക്കണമേ ദൈവമേ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന കൂട്ടത്തിന്റെ ഒരു ഭാഗമാണല്ലോ പ്രിയ ബിജു സ്മിത ദമ്പതികള്. പ്രിയ ബിജുവിന്റെ മദർ സൗഖ്യമില്ലാതെ ഭാരപ്പെടുവായിരുന്നല്ലോ ഹോസ്പിറ്റലില്. എന്നാൽ ഇപ്പോൾ ഭവനത്തിലായിരിക്കുന്നു കേൾക്കുവാനിടയായി. ഇപ്പോൾ മാതാവ് റെസ്റ്റ് എടുക്കുകയാണ്. ബിജു ബ്രദർ സൺഡേ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയ കർത്താവിന്റെ ദാസന്റെ യാത്രയിലും മടക്കി യാത്രയിലും ദൈവകൃപ വ്യാപരിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കുന്ന കുടുംബമാ, ദൈവത്തെ അറിയുന്ന കുടുംബമാകിയാൽ കർത്താവിനെ വാഴ്ത്താം. ദൈവകൃപ വ്യാപരിക്കണമേ. ഓരോ ചലനങ്ങളും നമ്മളെ പ്രിയ റോഷൻ എന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു.
റോഷൻ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നല്ലോ. പൊൺമാരിയോ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി കർത്താവെ കർത്തദാസൻ ഒരുങ്ങുമായിരുന്നല്ലോ. അഡ്മിറ്റ് ചെയ്തെങ്കിലും ഡോക്ടർ നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. അതിന് നല്ല തീരുമാനമെടുത്ത് പരിപൂർണ്ണ സൗഖ്യം പ്രാപിപ്പാന് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗങ്ങൾക്കും സൗഖ്യദായകനായ ദൈവമാ, സൗഖ്യം അവിടുന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രത്യാശ അവിടുന്ന് നിന്ന് മാത്രമാ. നമ്മുടെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുമ്പോ എനിക്ക് സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ അപ്പന്റെ കരങ്ങളിലാകിയാൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുക. പി.കെ. സക്കറിയ അച്ഛനായി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നല്ലോ. അനേകരെ പ്രാർത്ഥിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് പരസഹായത്തോടു കൂടി ആ കർത്തദാസൻ ശുശ്രൂഷിക്കുന്നത്. ആ കർത്തദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. കിടക്കമേൽ തമ്പുരാനെ സ്പർശനം ഏൽക്കണമേ, എഴുന്നേൽക്കുവാനുള്ള കൃപ കൊടുക്കണേ അപ്പ. ആ പ്രാർത്ഥന അനുഗ്രഹമാക്കി തീർക്കണേ അപ്പ. കർത്താവെ, ഞങ്ങൾക്കും ധാരാളം സമയങ്ങള് തിരുവചനം ഘോഷിച്ച് തന്നിട്ടുള്ള വ്യക്തി ജീവിതമാണ്. കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തതായി പ്രിയ ബാബച്ചാനായി പ്രാർത്ഥിക്കാം. ശരീരത്തെ നീരും പ്രയാസമായ ഭവനത്തിൽ കഷ്ടപ്പെടുന്നല്ലോ. തമ്പുരാനെ കഷ്ടപ്പെടുത്താതെ നിലനിർത്തണമേ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിപൂർണ്ണ വീടുതൽ കർത്താവ് കൊടുക്കട്ടെ. USA-ലുള്ള നമ്മുടെ സജി ബ്രദർ നമ്മളോടൊപ്പം ഇരുന്ന് വർഷങ്ങളോളം ഒന്നിച്ച് ട്രിനിറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ച് സഹകരിച്ച സഹോദരനാണ്. ആ സ്റ്റെയർകേസിൽ നിന്ന് വീണ് ഭാരപ്പെടുന്നുണ്ട്. ഓക്കറിന്റെ സഹായത്തോടാണല്ലോ ഇപ്പോൾ കർത്താവിന്റെ ദാസൻ നടക്കുന്നത്. പരിപൂർണ്ണ സൗഖ്യം അയക്കണേ പിതാവേ, വിടുതൽ അയക്കണമേ കർത്താവേ. പരസഹായമില്ലാതെ നടന്ന് തന്നെ ക്രിയ ചെയ്യുവാൻ കൃപ ചൊരിയണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ തമ്പി സഹോദരനാണ് ടൈറ്റസ്. ശരീരമായ പ്രയാസം അനുഭവിക്കുന്നുണ്ടല്ലോ. നീരും പ്രയാസമായിട്ട് ഭാരപ്പെടുന്നല്ലോ. കർത്താവെ, വിടുതൽ അയക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് യാചനയ്ക്ക് മറുപടി തരുന്ന കർത്താവിന്റെ സന്നിധിയിലാണല്ലോ നമ്മളുള്ളത്. പ്രിയ രാജസ്വാമിയിൽ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. തമ്പുരാനെ കരുണ ചെയ്യണമേ ഈ വ്യക്തി ജീവിതങ്ങളുടെ മുമ്പില്. പിതാവെ, സൗഖ്യം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ജോലി വേലകളൊക്കെ കഷ്ടവും പ്രയാസവും അനുഭവിക്കുന്നവരുണ്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. വിസ ഇല്ലാതെ മരുഭൂമിയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ബിസിനസ് സംബന്ധമായ രംഗത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ് വലിയവനാകിയാൽ അങ്ങേ മഹത്വപ്പെടുത്തുക. അപ്പന്റെ ശ്രീഭണ്ഡാരത്തിൽ ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് കൃപകളുണ്ട്. നമ്മുടെ പ്രാർത്ഥനയും യാചനയും കുറഞ്ഞാൽ അത് തടസ്സമായി തീരും. യാചിച്ചാലും പ്രാർത്ഥിച്ചാലും കർത്താവ് മറുപടി തരുന്ന ദൈവമാ. ഈ മരുഭൂമിയിൽ മന്ന നമുക്ക് ചൊരിഞ്ഞു തന്ന ദൈവമാ. വിശ്വസനായ ഒരു പിതാവ് നമ്മൾക്കുണ്ട്. നമ്മുടെ ലിജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലിജു ചെറിയ ചെവിയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത് നമ്മൾ കേൾക്കാനിടയായല്ലോ. കർത്താവിന്റെ ദാസൻ തിങ്കളാഴ്ച തിരിച്ച് മടങ്ങി വരുന്നുണ്ട്. യാത്രയിൽ വൻ കൃപ കൂടിയിരിക്കണേ അപ്പ. ശേഷിക്കുന്ന സമയം നമ്മുടെ കൂട്ടായ്മയിൽ തന്റെ ആരോഗ്യം ചെലവഴിച്ച് നമ്മളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവെ കുടുംബമായവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളൊക്കെ ആകാശ ചിറക് ധരിച്ച് പറന്നാലും ഭൂമിയുടെ അറ്റത്ത് ഇന്ന് പാർത്താലും ഒന്നുകരം നടത്താന്ന് വാഗ്ദാനം ചെയ്ത് തമ്പുരാന്റെ സന്നിധിയില. അപകടം പതിയിരിക്കും ലോകത്തൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ വൻകൃപ അവരെ പൊതിയണമേ പിതാവേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ശുശ്രൂഷയിൽ 10ും 12ാം ക്ലാസ്സിലുള്ള ബോർഡ് എക്സാമിൽ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ തിരുസനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പല വിഷയങ്ങളിലൊക്കെ അവർ അറ്റൻഡ് ചെയ്തു. മാതാപിതാക്കളുടെ പ്രയത്നങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. കർത്താവിന്റെ ദൈവകൃപ വ്യാപരിച്ചു. ആ കുഞ്ഞുങ്ങളെ തിരുസന്നിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായി കുടുംബമായി കർത്താവെ സമർപ്പിക്കുന്ന ആ വിഷയങ്ങളുടെ മേൽ മറുപടി തരണമേ പിതാവെ, മനസ്സരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിക്കുന്നുണ്ട്. കർത്താവ് അവരെ വിളിച്ച് വേർതിരിക്കണമേ അപ്പ. ദൂരത്തും ചാരത്തും പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ് അവരെ ഉള്ളംകരങ്ങളിൽ വഹിക്കണേ അപ്പ. ഉപജീവനാർത്ഥം വിദേശത്ത് പോയ കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, അവരോട് കരുണ ചെയ്യണമേ. ഒരു ദുഷ്ടശക്തി പെട്ടുപോലെ കർത്താവെ. അപ്പൊ ഒരു ശത്രുവിന്റെ നഴിയിൽ പെടല്ലേ കർത്താവെ. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കരുതും പോലെ, അമ്മ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ സഞ്ചരിക്കും പോലെ, ഒരു കുഞ്ഞിനെ പിതാവ് തോളിലേറ്റ് സഞ്ചരിക്കും പോലെ ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളെയും കരുതിയ വിശ്വസ്തനായ തമ്പുരാനെ, ഞങ്ങളുടെ തലമുറയെ കരുതണയപ്പ. ആരും പാഴായി പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. മടങ്ങി വന്ന് കാണുമ്പോൾ ദൈവമുള്ളവരായി ബൈബിൾ എടുത്ത് ഇറങ്ങി തിരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ശുശ്രൂഷയിലൊക്കെ പങ്കെടുപ്പാന് കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. മരണം പതിയിരിക്കും ലോകത്താ, അപകടങ്ങൾ പതിയിരിക്കും ലോകത്താ നമ്മൾ ജീവിക്കുന്നേ. കർത്താവെ, സമാധാനം ആശ്വാസം പകരണമേ എന്ന് പ്രാർത്ഥിക്കുക. EGM ഓഫ് ഇന്ത്യ നമ്മുടെ പ്രിയ മത്തായി സാറ് പല ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഇവിടെ വന്നിട്ടുള്ള വ്യക്തി ജീവിതമാണല്ലോ. കർത്താവിന്റെ ദാസൻ 2 പ്രാവശ്യം ഇവിടെ വന്ന് സുവിശേഷ വേളയിൽ കർത്താവെ നമുക്ക് വചനങ്ങളൊക്കെ പകർന്നു തന്ന്
ആവോളം നമ്മൾ കേട്ടു ആസ്വദിച്ച് കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആ സംഘടനയെ ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വന്ന് വാർക്കുന്ന ഈ രാജ്യത്തിനായും UAE-ക്കായും പ്രാർത്ഥിക്കാം. ഇതിലെ ഭരണാധികാരികള് നല്ല നിയമങ്ങൾ, നല്ല റൂളുകളൊക്കെ നമുക്ക് അനുകൂലമായി തരുന്ന ഓർത്ത് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുവാം. നമ്മൾ ഈ രാജ്യത്ത് വന്നില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായി തീരും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വട്ടപൂജ്യമായി പോയതിനെയും ഈ രാജ്യത്ത് ദീർഘനാൾ ജീവിപ്പാന്, ഈ രാജ്യത്ത് ദീർഘനാൾ കർത്താവിനെ സ്തുതിച്ച് ജീവിപ്പാന്, ആവോളം നമ്മൾ ആസ്വദിപ്പാന് കർത്താവെ അവരിൽ കൂടി ചൊരിഞ്ഞ ശ്രേഷ്ഠതയ്ക്കായി അങ്ങേ നമുക്ക് മഹത്വപ്പെടുത്തുവാം. നമ്മള് ഈ യൂത്ത് ഫെസ്റ്റിവൽ, നമ്മുടെ യൂത്ത് ഹോസ്റ്റലിനായി പ്രാർത്ഥിക്കാം. മാനേജ്മെന്റിനെയും അതിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനെയും തിരുസനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ നല്ല ഇടപെടലായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ 22-ാം തീയതി നമ്മുടെ ചർച്ചിൽ VBS നടക്കുന്നല്ലോ, നടത്തുവാൻ ആഗ്രഹിക്കാൻ കർത്താവ് അവരെ ബലപ്പെടുത്തണമേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും അനുഗ്രഹമായി അതിനകത്ത് പങ്കെടുപ്പാനും കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന നമ്മുടെ തോമസ് കുട്ടിച്ചാന് കുറച്ച് നാളുകൾ നാട്ടിലൊക്കെയും ചെലവഴിച്ച് ഇപ്പോൾ മടങ്ങി നമ്മളോടൊപ്പം ആയിരിക്കുന്നു. കർത്താവിന്റെ ദാസന് നാട്ടിലും പല ശുശ്രൂഷകളിൽ ഏർപ്പെടുന്ന നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നല്ലോ. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവിടെ വന്ന് ഇന്ന് വചനം ഘോഷിക്കാൻ ആഗ്രഹിക്കുന്നല്ലോ. നമുക്ക് വചനം കേൾപ്പാൻ കാതുകളെ കോർക്കാം. കർത്തദാസനിൽ കൂടി ഇടപെട്ടാൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വ സ്ഥാനത്ത് നിന്ന കർത്താവിന്റെ ദാസനാണ്. ചില ബർത്ത്ഡേ പേരുകളൊക്കെ ലഭ്യമാണല്ലോ. എല്ലാവരും ബർത്ത്ഡേ വിഷസ് പറയുമ്പോൾ കർത്താവ് അവരെ അനുഗ്രഹിക്കണേ. ആയുസിന്റെ മേൽ അധികാരമുള്ള ദൈവമാ, കർത്താവ് അവരെ ബലപ്പെടുത്തണമേ. പുതിയ ദിനങ്ങളൊക്കെയും ശ്രേഷ്ഠവും അനുഗ്രഹമാക്കി തീർക്കണമേ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയിലെ ബർത്ത്ഡേ വിഷസ് ഞാൻ ചില പേരുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മാർച്ച് 9-ാം തീയതി ഈശോ കെ തോമസ് പുതിയ ജന്മദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. 10-ാം തീയതി മാർച്ച് 10-ാം തീയതി മോളമാമ, നമ്മുടെ തോമസ് കുട്ടിച്ചാന്റെ വൈഫാണ്, മോളമാമ മടങ്ങി ഇതിനകത്തിൽ വാം വെൽക്കം ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഈ 10-ാം തീയതി നാളെയാണല്ലോ. പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം. 11-ാം തീയതി വർഗീസ് സാമുവേൽ അല്ലെങ്കിൽ സജി പുതുവത്സരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. 10-ാം തീയതി ഷീബ തോമസ് പുതുവത്സരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അവരെല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് കൃപയിൽ അവരെ ബലപ്പെടുത്തണമേ. തമ്പുരാനെ മനസ്സറിയണമേ. 11-ാം തീയതി മാർച്ച് ടിജു തോമസ് മാത്യു ഒരു പുതുവത്സരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. 14-ാം തീയതി 11-ാം തീയതി വീണ്ടും ദീപക് മാത്യു സൺ ഓഫ് എബ്രഹാം പുതുവത്സരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. 14-ാം തീയതി റവറൻ സ്റ്റാൻലി ജോൺ തോമസ് അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പുതുവത്സരം അനുഗ്രഹവും ശ്രേഷ്ഠമാക്കി തീർക്കണേ. തമ്പുരാനെ ആയുസിന്റെ മേൽ അധികാരമുള്ള ദൈവമാ, പരിപാലിക്കണേ. കർത്തദാസന്റെ ശുശ്രൂഷയിലൊക്കെയും 15-ാം തീയതി ജിനു വർഗീസ് പുതുവത്സരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇവരെല്ലാം നമ്മുടെ തിരുസനിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം കലങ്ങാതെ ദൈവത്തിലും വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ പിതാവിന്റെ ഭവനത്തിൽ, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർത്ത് കൊള്ളേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ അനുഗമിക്കും. തിരുവചനം നമ്മളോട് സംസാരിക്കുന്നല്ലോ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയിൽ വീണ്ടും വ്യാപരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ കർത്താവേ, അപ്പ കൃപയുടെ നല്ല പ്രഭാതത്തിനായി, അപ്പ മാർച്ച് മാസം 9-ാം ദിനത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തുക. അപ്പ ഈ ഒരു പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടങ്ങി സ്തുതിക്കുന്ന അപ്പ, ഞങ്ങളുടെ കൂട്ടായ്മകളെയൊക്കെ വാഴ്ത്തി അനുഗ്രഹിക്കണം. നിലനിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തിക്കാട്ടെ, അനുഗ്രഹിച്ചാട്ടപ്പ. വന്നു ചേർന്ന് ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായി ഓൺലൈനായി ഓഫ്ലൈനായി സഹകരിക്കുന്ന വ്യക്തി ജീവങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. ഹൃദയവേദനകളെ അറിയുന്ന, നൊമ്പരങ്ങളെ അറിയുന്ന ദൈവമാ, കർത്താവെ സമാധാനം ആശ്വാസം അയക്കണേ അപ്പ. വേർപാട് ദുഃഖം അപ്പ ഭൗതിക ജീവിതത്തില് കർത്താവെ 4 സ്വർഗീയ പുനരുദ്ധാനത്തിൽ കാണാൻ സഹായിക്കണമേ അപ്പ. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ജോൺസന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് സമാധാന പ്രഭു, ആശ്വാസദായകന കർത്താവെ. ആൾക്കാരും ആരൊഴിഞ്ഞാല് ഏകനായി ജീവിക്കുമ്പോൾ തുണയായി തമ്പുരാൻ കൂടിയിരിക്കണമേ അപ്പ. ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാ കുടുംബത്തെ ഓർക്കുക, സമാധാനം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി, തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ ജീവൻ നയിക്കുന്ന മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ അപ്പ. കൃപയില് ഈ ശുശ്രൂഷയിൽ ആദ്യോടെ ദൈവകൃപ വ്യാപരിക്കണം. ചെയ്യുന്ന സജിബ്രതനായി ഞങ്ങളുടെ ഗായ സംഘങ്ങൾക്കായി ഒക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തിക്കാട്ട്, അനുഗ്രഹിച്ചാട്ട്. എളിയവനും ബലഹീനമായ ഏഴിയും താഴ്ത്തി സമർപ്പിക്കുക.
ശരീരമായ ധാരാളം ക്ലേശങ്ങളുണ്ടപ്പാ. ഓരോ വേദന വരുമ്പോഴും നാളത്തെ പ്രഭാതം ഉണ്ടോ എന്ന് അറിയുന്നില്ല. കർത്താവ് നടത്തുന്നതല്ല അതൊന്നുമില്ലപ്പാ. നടത്തിയ വിധങ്ങൾക്കായി ചോദിച്ച നന്മകൾക്കായി നന്ദിയല്ല അതൊന്നുമില്ല പിതാവേ. പ്രാർത്ഥനയിൽ വന്നു പോയ കുറവുകൾ പുറത്താട്ട് ചോദിച്ചിലധികമായ നന്മകളാൽ കൃപകളാൽ നിറയ്ക്കണം പിതാവേ. പൊന്നപ്പച്ചാധിനി നാമം യാചിക്കുന്നു. തമ്പുരാനെ കൃപയോട് കേൾക്കണം പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ആരാധനയ്ക്കായിട്ട് നമുക്ക് വരുന്ന കൂട്ടായ്മയായിട്ട് നമ്മൾക്ക് ഒരു ചെറിയ ദുഃഖം ഒക്കെ ഉണ്ട്. ഞാനീ മാമ നമ്മളെ വേർപെട്ടു പോയി. എന്നാൽ നമ്മൾക്ക് ഇനിയുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് ആ സഹോദരിയെ നിത്യത്തിലേക്ക് എടുത്തു എന്നുള്ള വിശ്വാസത്തോടു കൂടി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. കുട്ടിച്ചാനും ബാബുച്ചാനും ഒക്കെ അത് പറഞ്ഞല്ലോ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഈ ഭൂമുഖത്ത് നമ്മളെ എത്രത്തോളം നിർത്തിയ കർത്താവ്, ഹല്ലേലൂയ, നമുക്ക് ആരാധിപ്പാൻ സർവമഹത്വം കൊടുക്കാൻ പറ്റണം. നമ്മൾക്ക് എല്ലാവർക്കും അത് കഴിയട്ടെ. ആത്മാർത്ഥമായിട്ട് കർത്താവിന്റെ പാദപീഠത്തിലൂടെ നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാൻ പോവാം. ആ കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ആ കർത്താവിന്റെ പാദപീഠത്തിലൂടെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് സകല മഹത്വവും നമ്മുടെ കർത്താവിന് കൊടുത്തുകൊണ്ട് നമ്മളെ ഈ മുഖത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായിട്ട്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നടത്തിയ വിധങ്ങൾക്കായിട്ട്, നമ്മളെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായിട്ട്, ഇനിയും നമ്മുടെ മുൻപോട്ടുള്ള ഓരോ ജീവിതത്തിലും നടത്തുവാനുള്ള ആ കർത്താവിന്റെ പ്ലാനും പദ്ധതികൾക്കായിട്ട് നമുക്ക് അവനെ ആത്മാർത്ഥമായിട്ട് സ്തോത്രം ചെയ്യാം. നമുക്ക് അവനെ ആരാധിക്കാം. പാട്ടുകാരൻ ഇങ്ങനെ എഴുതുന്നു, കോടാകോടിത ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്ന തൻ പ്രിയ സുതരെ തന്നോട് ചേർക്കാൻ ഉറപ്പുണ്ടോ? അവനോട് കൂടെ ചേരുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകണം. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ശാന്തമായി എഴുന്നേറ്റ് നിന്ന് ആ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. കർത്താവ് നമ്മളെ മുമ്പോട്ട് നടത്തട്ടെ, ശക്തമായി നടത്തട്ടെ. ഇതുവരെയും തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. തലമുറകൾക്കായിട്ട് സ്തോത്രം. ഈ ദേശത്ത് നിലനിർത്താനായിട്ട് സ്തോത്രം. ആത്മീയമായിട്ട് തന്ന ഉണർവനായിട്ട് സ്തോത്രം. ആത്മീയമായിട്ട് തന്ന നന്മകൾക്കായിട്ട് സ്തോത്രം. എല്ലാ നന്മകളും ലഭിക്കുമ്പോഴും, ലോകപരമായിട്ടുള്ള എല്ലാ നന്മകൾ ലഭിക്കുമ്പോഴും, ഭൗതികമായിട്ടുള്ള എല്ലാ നന്മകൾ ലഭിക്കുമ്പോഴും, അതിനപ്പുറം ആത്മീയമായിട്ടുള്ള ഉയർച്ച ആ കർത്താവിനോടുകൂടെ അവന്റെ മഹത്വ പ്രതീക്ഷ വീണ്ടും വരവിൽ അവനോടുകൂടെ ചേരുമെന്നുള്ള ആ പ്രത്യാശയോട് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മളെ ശക്തീകരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വയൽ പ്രവേശിക്കുന്നവർക്കൊക്കെ ചെറിയ ചെറിയ ഭാരങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലരൊക്കെ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. അവരുടെ ജീവിത രീതി കൊണ്ടായിരിക്കാം, അവർ വെറുതെ പുറമെ മോടി കാണിക്കുന്നതായിരിക്കാം. എന്നാൽ ഒരു വ്യത്യാസമുണ്ട് സഹോദരങ്ങളിൽ. നമ്മളൊക്കെ ഇന്നും ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. സാത്താൻ എപ്പോഴും ഉന്നതിടുന്നത് കർത്താവിനോട് കൂടെ ചേർന്ന് ജീവിക്കുന്നവരെയും അവനോട് കൂടെ പോകുന്നവരെയാണ്. ഹല്ലേലൂയ. അവരുടെ മേൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവരുടെ മേൽ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിനൊക്കെ അതിജീവിക്കുവാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കും ഉണ്ട്. നമ്മുടെ സഭാ മേലധികാരികൾക്ക്, പുരോഹിതന്മാർക്ക്, നമ്മൾക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്റർമാർക്ക്, അല്ലെ കൂട്ടായ്മകൾ നേതൃത്വങ്ങൾക്കൊക്കെ അവരെല്ലാം നമ്മളെ പോലെ മാനുഷികരായിട്ടുള്ള ജീവിതത്തിൽ പോകുന്നവരാണ്. ഹല്ലേലൂയ. നമ്മളെ പോലെയാണ്, ഒരു വ്യത്യാസമില്ല. എന്നാൽ അവർക്കൊരു ദൈവവിളിയാൽ അവരെ വേർതിരിച്ച് കൊണ്ടുപോകുമ്പോൾ അവരുടെ മേൽ കർത്താവെ സാത്താൻ കൂടുതൽ കൊള്ളവർക്ക് വേണ്ടി അവരെ പിന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാക്കും. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തോട് കർത്താവെ നമുക്ക് അല്പസമയം കർത്താവിനെ ആരാധിക്കേണ്ട പോകാമല്ലോ. പരിശുദ്ധൻ, മഹോന്നത ദേവൻ, ഹല്ലേലൂയ. പരമെന്നും വിളങ്ങുന്ന മഹേശൻ, ഹല്ലേലൂയ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവ് സ്വർലോകനാഥനെ നമുക്ക് ചേർന്ന് ആരാധിക്കാം. അതിന്റെ ലാസ്റ്റ് ഒരു 4 വരി സാം കുമരവും എഴുതി ചേർത്തിട്ടുണ്ട്. അവൻ ആർക്കും കടക്കാരനല്ല. നമ്മൾക്ക് ആർക്കും അവൻ കടക്കാരനല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ചേർന്ന് പാടാം. പരിശുദ്ധൻ, മഹോന്നത ദേവൻ. മഹോന്നത ദേവൻ അവനെ
സ്തുതിക്കുന്ന സ്വർലോകനാഥന മസിഹാ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മസിഹാ
അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമില്ല, അവനെപ്പോൽ ആരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, തമ്പി പറയാനാരുമില്ല, അവനെപ്പോൽ ആരാധ്യനില്ല. കരങ്ങളുയർത്തി ശാന്തമായ നമുക്ക് ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവ് കൂടെ ലഭിച്ചുവല്ലോ. ഇന്ന് സങ്കീർത്തനം ധ്യാനിച്ച പ്രിയ റോബി കഴിഞ്ഞ 2-3 മാസമായിട്ട് പ്രിയദാസന് വളരെ പ്രയാസമേറിയ സാഹചര്യങ്ങൾ കൂടി കടന്നു പോവുകയായിരുന്നു. വെർട്ടിഗോ നിമിത്തമുണ്ടായ ഗിഡിനെസ്, കണ്ണിൻ്റെ കാഴ്ചയ്ക്കുണ്ടായ പ്രയാസം, നാട്ടിൽ ട്രീറ്റ്മെൻറ്റിന് പോയി. ഞാൻ ഇവിടെ പലപ്പോഴും പ്രാർത്ഥനയിൽ മെൻഷൻ ചെയ്തു, എന്നാലും വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോ ഞായറാഴ്ചയും അദ്ദേഹത്തെ വിളിക്കും. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരുന്നു വരാതിരുന്നിരുന്നത്. എന്നാൽ ദൈവം ഇപ്പോൾ ആശ്വാസം കൊടുത്തിരിക്കുന്നു. പൂർണ്ണ സൗഖ്യം ലഭിച്ചിട്ടില്ല, ഇപ്പോഴും തലകറക്കത്തിൻ്റെ പ്രയാസമൊക്കെ ഉണ്ട്. എന്നാലും ദൈവം കൊടുത്ത വിടുതലിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം റോബിയെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം നമുക്ക് വിഭാഗിച്ചു തരുവാൻ ദൈവം ശക്തീകരിച്ചല്ലോ. നമ്മളെ പ്രാർത്ഥനയിൽ ഓർത്തല്ലോ. ഷാർജ യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പിൻ്റെ 24ാമത് കൺവെൻഷൻ ഈ അടുത്ത 3 ദിവസങ്ങളിലാണ് നടക്കുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസങ്ങളിൽ. ചെറിയാൻ ജോർജാണ് വചന ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഈദ് ഹോളിഡേയ്സ്, റമദാൻ ആകുന്നതുകൊണ്ട് ട്രാഫിക് ജാം വളരെ കുറവായിരിക്കും. പണ്ട് നമുക്ക് യാത്ര ചെയ്ത് അവിടം വരെ പോകാനും വരാനും വലിയ പ്രയാസമായി. എന്നാൽ റമദാൻ്റെ ടൈം ആകുന്നതുകൊണ്ട് ട്രാഫിക് ജാം അധികം ഇല്ലാതെ നമുക്ക് പോയി സംബന്ധിക്കാൻ സാധിക്കും. അതിനാൽ കഴിവുണ്ടെങ്കിൽ എല്ലാ ദിവസവും പോയി സംബന്ധിക്കുവാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ 1-2 ദിവസമെങ്കിലും പോയി സംബന്ധിക്കുവാൻ എല്ലാവരും സമയം കണ്ടെത്തണം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് പ്രിയ ചെറി നിർവഹിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഏത് ശുശ്രൂഷ, പ്രത്യേക ശുശ്രൂഷ ഉണ്ടെങ്കിലും സക്രിയ ബ്രദറും അവരുടെ സഹോദരങ്ങളും ഇതിൽ വന്ന് സംബന്ധിക്കും. അതിനാൽ നമ്മുടെ ഇവിടെ നിന്നും കഴിവതും ആളുകൾക്ക് പോകാനായിട്ട് ശ്രമിക്കണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മളോടുകൂടി പ്രിയ തോമസ് കുട്ടിയും മോളമ്മയും ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യവും കടന്നു വന്നപ്പോൾ നമ്മുടെ മധ്യേ വന്നു, ദൈവവചനം ശുശ്രൂഷിച്ചു. നാട്ടിലാണ് എങ്കിലും അവിടെയും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരിക്കുന്ന ഇടവകയിലെ ട്രസ്റ്റി ആയിട്ടുള്ള ശുശ്രൂഷ, പ്രയർ ഗ്രൂപ്പുകളിലൊക്കെ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. അങ്ങനെ ലഭിക്കുന്നതായ സമയം മുഴുവൻ സമയവും ദൈവത്തിൻ്റെ ദൈവികമായിട്ടുള്ള ശുശ്രൂഷ നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലായിരുന്നാലും മടങ്ങി വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. ദൈവം ഇതെങ്കിൽ അത്
ദൈവം സാഫല്യമാക്കി തരും തീർച്ചയായിട്ടും. നമ്മുടെ കോവിഡിന് ശേഷം നമുക്ക് കൂടി വരുവാനായിട്ട് കഴിയാതെ പോയ സാഹചര്യം, ട്രിനിറ്റി ചർച്ച് ഫെസിലിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇനിയും കൂടി വരാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോയി. എന്നാൽ തോമസ് കുട്ടി ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയ രഞ്ജി, ഇവർ രണ്ടുപേരും കൂടാണ് നമുക്ക് എങ്ങനെയായാലും ഇനി വീണ്ടും കൂടി വരണം, അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ കണ്ടെത്തണമെന്ന് പറഞ്ഞ് വളരെയധികം അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ യൂത്ത് ഹോസ്റ്റല് നമുക്ക് ലഭിച്ചത്. എൻ്റെ അടുക്കൽ ഈ യൂത്ത് ഹോസ്റ്റലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം അത്ര വലിയ താല്പര്യം തോന്നിയില്ല. എന്നാൽ നമുക്ക് ഒന്നിച്ചു കൂടി വരുവാനായിട്ട് തോമസ് കുട്ടി വളരെയധികം, നമുക്കിങ്ങനെ സൂമിൽ കണ്ടിന്യൂ ചെയ്താൽ പോരാ, നമ്മൾ ഒന്നിച്ചു കൂടി വരണം, എന്നാലേ നമ്മുടെ പ്രയർ ശക്തി പ്രാപിക്കത്തുള്ളൂ എന്നുള്ള ആ ഒരു വലിയ താല്പര്യത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി തോമസ് കുട്ടി ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചു. അതിൽ കൂടിയാണ് നമുക്ക് ഈ യൂത്ത് ഹോസ്റ്റലിൻ്റെ ഈ ഒരു ഫെസിലിറ്റി ലഭിച്ചത്. ദൈവകൃപയാൽ നമ്മളെ മീറ്റിങ്ങുകളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. എല്ലാവരും കടന്നു വരുന്നുണ്ടല്ലോ. പലതരമായ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ ഇടവകയിലെ. ഇന്നാണെങ്കിൽ VBSൻ്റെ ഓറിയൻറ്റേഷൻ നടക്കുന്ന ദിവസമാണ്. അങ്ങനെയൊക്കെ എല്ലാ എപ്പോഴും നല്ല ടൈറ്റ് പ്രോഗ്രാമാണ്. എന്നാലും താല്പര്യത്തോടുകൂടി ഒരു കൂട്ടം ദൈവമക്കൾ കടന്നു വരുന്നു. നമുക്ക് ഒന്നിച്ചു കൂടി വരാൻ സാധിക്കുന്നു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയ തോമസ് കുട്ടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വന്തം വീട്ടിൽ വന്ന് ഒരു പ്രതീതിയ എനിക്കുള്ളത്. ഒരു വീട്ടിൽ നിന്ന് ആരെങ്കിലും ദൂരയാത്ര കഴിഞ്ഞിച്ച് മടങ്ങി വരുമ്പോൾ പറയുന്ന കുശലം പോലെ ആ രീതിയിലുള്ള ഒരു ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. എന്നാൽ അല്പം വേദന നിറഞ്ഞ ഒരു അനുഭവത്തിലാണ് ഇന്നത്തെ ശുശ്രൂഷയെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. പ്രിയ ജോൺസൺ ബ്രദറൊക്കെ ഞാൻ ഈ കൂട്ടായ്മയിൽ വരുന്നതിന് മുമ്പ് വന്നുകൊണ്ടിരുന്ന കുടുംബജീവിതമാണ്. അത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഹല്ലേലൂയ പാടിയപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയ ഒരു ചിന്ത, ഇത് ആഘോഷിക്കുന്ന ഒരു സ്ഥലത്താണ് പ്രിയ സഹോദരി ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നിരാശയല്ല നമുക്കുള്ളത്. നമുക്ക് ഭൗതികമായി പ്രയാസമുണ്ട്. എന്നാൽ കോടാനുകോടി ജനങ്ങൾ, ദൂതന്മാർ ഹല്ലേലൂയ പാടുന്ന സ്ഥലത്ത് പ്രിയ സഹോദരി എത്തിച്ചേർന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ ഒരു ദൈവവചനം ശുശ്രൂഷിപ്പാനല്ല ഇവിടെ വരുമ്പോൾ ആഗ്രഹിക്കുന്നത്, കേൾക്കുവാനാണ്. എന്നാൽ അതിന് പറയുവാനൊരു അവസരം തന്നില്ല. അതിനുമുമ്പേ ഫിക്സ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇങ്ങനെ അവസരം തന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ചില ശാരീരിക പ്രയാസങ്ങൾ കൂടെയൊക്കെ കടന്നുപോയി. നാട്ടിലായിരുന്നപ്പോൾ ബാബുച്ചാൻ ഓർപ്പിച്ചതുപോലെ പള്ളിയുടേതായ ചില ശുശ്രൂഷകളിലൊക്കെ ഏർപ്പെടുന്നു. അങ്ങനെ പോയ വഴിക്ക് ഞാനൊന്ന് സ്കൂൾ ട്രെയിനിൽ നിന്ന് താഴെ വീണു. എൻ്റെ കാലിൽ ഫ്രാക്ചറുണ്ടായി. അത് പിന്നെ സർജറിക്ക് വിധേയമാകേണ്ടി വന്നു. പ്ലേറ്റ് ഇട്ട് നിൽക്കുക ഇപ്പോൾ ഇവിടെ. എന്നാൽ പ്രാർത്ഥിച്ച, എനിക്കിവിടെ നിൽപ്പാൻ ബലം തന്ന ദൈവത്തിന് സ്തോത്രം. എന്നെ സംബന്ധിച്ച് ഫാസ്റ്റിംഗ് പ്രെയർ എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാണ്. ഇന്നിവിടെ നിൽക്കുന്നു എങ്കിൽ
നിന്നുവെന്ന് പറയുവാൻ ഒരിക്കലും ഇടയാവരുത്. നിൽക്കുന്നു എങ്കിൽ പ്രിയ ഈ സഹോദരങ്ങൾ ആരും എനിക്ക് അന്യതല്ലല്ലോ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ എന്നോട് ചേർന്ന് കൈത്താങ്ങൽ തന്ന പ്രിയപ്പെട്ടവരുടെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ജോജി ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ജോജി പണ്ട് പറഞ്ഞൊരു സാക്ഷ്യം. ആദ്യം ജോജി നമ്മുടെ കൂട്ടായ്മയിൽ എങ്ങനെ വന്നിരുന്നതെന്ന് പക്ഷെ ജോജി മറന്നുപോയി കാണുമായിരിക്കും. നമ്മുടെ കൂട്ടായ്മയിൽ അദ്ദേഹം വന്നിരുന്ന ആദ്യത്തെ ദിവസത്തെക്കുറിച്ച് അദ്ദേഹം ഒരു സാക്ഷ്യം, ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരുണ, അത് ഈ കൂട്ടായ്മയിൽ കൂടി അനേക ആയിരങ്ങൾക്ക്, അവരിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാണ്, അനേകർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ അവർ ഈ കൂട്ടായ്മയിൽ വന്ന് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടെങ്കിലും പ്രത്യാശയോടെ അവർ യാത്രയായത്. ഒരനുഭവം കൂടെ ഞാൻ പറഞ്ഞിട്ട് ദൈവജന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഞാൻ 93 ഈ ദേശത്ത് വന്നപ്പോൾ ജോലിയുടേതായ ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ ഞാനന്ന് അക്കൗണ്ട്സൊക്കെ ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് പോകുമായിരുന്നു. അങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് പോയ ഒരു വീടാണ് നമ്മുടെ ജോഷുവ ഫിലിപ്പങ്ങളുടെ വീട്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ജോഷുവ ഫിലിപ്പിൻ്റെ അങ്കിളിൻ്റെ ഇളയ മകന് അന്ന് അവന് 12th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ അവനെ അക്കൗണ്ടൻസി പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ദിവസവും വൈകിട്ട് ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് ആ വീട്ടിൽ ചെല്ലുമായിരുന്നു. അദ്ദേഹത്തോട് സാധാരണപ്പെട്ട ആർക്കും സംസാരിക്കാൻ പറ്റത്തില്ല. ആരായി ഫിലിപ്പങ്കളിനോട് പ്രത്യേക ടിപ്പിക്കൽ ക്യാരക്ടറായിരുന്നു. അത് വേഗക്കുറിച്ച് ഞാൻ പലപ്പോഴും ഇവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്കന്ന് വണ്ടി സൗകര്യമൊന്നുമില്ല. ഈ ട്യൂഷൻ കഴിഞ്ഞിച്ച് എന്നെ കൊണ്ടുവിടുന്ന വീട്ടിലുള്ള ആൾക്കാരാണ്. അങ്ങനെ ഫിലിപ്പങ്കൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ജോഷുവ ഫിലിപ്പങ്ങളോട് പറഞ്ഞു, ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ കൺവെൻഷൻ നടക്കുക. പേടിച്ചാ പറഞ്ഞ്. എപ്പോഴും ഞാൻ പറഞ്ഞ ഒരു ടിപ്പിക്കൽ ക്യാരക്ടറാണ്. പക്ഷെ ആൾ പാവാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. പക്ഷേ കാഴ്ചയിൽ പറയാൻ പേടിയായിരുന്നു. എങ്കിലും രണ്ടും കൽപ്പിച്ച് ഞാൻ പറയാം, അങ്ങളെ ഇന്ന് ഞങ്ങൾ പോകുന്നതായ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ കൂട്ടായ്മയുടെ കൺവെൻഷൻ, അന്ന് നമ്മുടെ ബാബുച്ചാന ജോർജ് ചെറിയാനാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ അനുസരിച്ച് ആ കൂട്ടായ്മയിൽ അന്ന് വന്നപ്പോൾ സെപ്റ്റംബർ മാസമാണ്. അതിഭയങ്കരമായ ചൂടാണ്. നമ്മുടെ ട്രിനിറ്റി ഹാളിൽ സ്ഥലമില്ലെന്ന്. ഏകദേശം 1000-ലധികം ആളുകൾ അന്നത്തെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഫിലിപ്പങ്കള വെളിയിൽ നിന്ന് ദൈവവചനം കേട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ആ വലിയ വെളിച്ചം എവിടെ അവസരം കിട്ടിയാലും നമ്മളെക്കാളൊക്കെ ഉപരിയായി സാക്ഷീകരിപ്പാൻ ആ പ്രിയ കർത്തദാസൻ ഉപയോഗിച്ചു. നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു കൂട്ടായ്മയാണ് അനേക ജീവിതത്തെ ഞാൻ ജോജിയെ ഓർപ്പിച്ചതുപോലെ ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. തമ്പിച്ചാനെ ഓർക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. തമ്പിച്ചാനും ഇതേ ജീവിതാനുഭവം ഇവിടെ പങ്കുവച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങൾ ഓർക്കുമ്പോൾ മുൻകാലങ്ങളിൽ നേതൃത്വം നൽകിയ എല്ലാവരെയും ഓർക്കുന്നു. കുടിച്ചാനായി സ്തോത്രം. മൺമറഞ്ഞു പോയ ജോണച്ചാനെ ഒരിക്കലും ജീവിതത്തിൽ നമുക്ക് ആർക്കും മറക്കുവാൻ കഴിയത്തില്ല. ഇവിടെ എല്ലാം വേദനയിൽ നിലവിളിച്ച ഒരു ദൈവദാസൻ. ഇന്ന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പൗശാനെയും രാജൻ ബ്രദറിനെയും സജിയെയും എൻ്റെ എല്ലാ കൂട്ടു സഹോദരങ്ങളെയും ഒരു പ്രാവശ്യം കൂടെ കാണുവാനും നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടുവാനും ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം എന്നേക്കും എൻ്റെ ദൈവമാണ്. ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ ജീവപര്യന്തം വഴി നടത്തും. ശരിയല്ലേ? ഇവിടെ ആരോ ഇപ്പോൾ ഓർപ്പിച്ചു, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തപ്പോൾ ഇവിടെ ഓർപ്പിച്ചു, നമ്മൾ ഇങ്ങനെ ഒരനുഭവത്തിൽ ദേശത്ത് വന്നില്ലായിരുന്നെങ്കിൽ നാം തകർന്നു പോയേനെ. എന്നാൽ തകരാതെ നമ്മളെ നിർത്തിയ ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങൾക്ക് സഹോദരങ്ങൾക്ക് ഒരുമിച്ച്
ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നിന്നതല്ല, നീ ഞങ്ങളെ നിർത്തിയതാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ഞങ്ങൾ ഒരുപോലെ രാത്രിയുടെ യാമത്തിൽ കർത്താവെ നൈറ്റ് പ്രയറായി ഒരുമിച്ച് കൂടിയിരുന്ന് കരങ്ങൾ കൊടുത്ത് ദൈവത്തിനെ നിലവിളിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കഷ്ടങ്ങളിൽ കൂടെ ഇരുന്നവൻ, ഞങ്ങളുടെ രോഗങ്ങളിൽ കൂടെ ഇരുന്നവൻ, ഞങ്ങളുടെ പ്രതികൂലങ്ങളിൽ കൂടെ ഇരുന്നവൻ, ഞങ്ങൾക്കാരും സഹായിപ്പാനില്ലാതിരുന്നപ്പോൾ ഞങ്ങളെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഈ കൂട്ടായ്മയുടെ മധ്യത്തിൽ അത് ചിന്തിപ്പാൻ, അത് ധ്യാനിപ്പാൻ അടിയന് തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഈ കൂട്ടായ്മയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്താരയായിരുന്നല്ലോ. ജീവിതത്തിൻ്റെ കർത്താവെ പലപ്പോഴും ശത്രു ഞങ്ങളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഞങ്ങളെ കണ്ട ഒരു ദൈവം, ഞങ്ങളെ അറിഞ്ഞ ഒരു ദൈവം ഈ കൂട്ടായ്മകളെ കൂട്ടിക്കൊണ്ടുവന്ന് കർത്താവെ ദൈവത്തെ കാണുവാൻ, അനേകർക്ക് ദൈവത്തോട് ദൈവവചനം പറഞ്ഞു കൊടുക്കുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അനേകരുടെ വിഷയങ്ങളിൽ മധ്യസ്ഥ ചെയ്യുവാൻ നീ തന്ന ഈ വലിയ അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നേതൃത്വം നൽകുന്ന എല്ലാവർക്കായും സ്തോത്രം. കഴികാലം നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കായും സ്തോത്രം. ഞങ്ങൾ പ്രിയ ജോൺസൺ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിച്ചല്ലോ. പ്രത്യാശയുടെ തീരത്ത് പ്രിയദാസിയായിരിക്കാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനത്തിന് മുമ്പിലിരിക്കുക കർത്താവേ, ഈ ആവശ്യമായ വചനം തരണം. ഞങ്ങൾക്ക് ഇമ്പമേറിയ ദൈവവചനം സംഗീതത്തിന് ധ്യാനം തന്ന അഭിപൂർണമായ സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന ലഭിച്ചല്ലോ. അതിന്മേലൊക്കെയും ജയമെടുത്തതിനായി സ്തോത്രം. മഹത്വം കർത്താവിന്. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവത്തോട് കേൾക്കണമേ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നതായ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ 2:1 മുതൽ 11 വരെ. ആർക്കത് വായിക്കാമോ? യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിൽ ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവരോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അതെവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമുക്ക് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏറ്റവും സുപരിചിതമായ, നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ ആദ്യം പഠിക്കുന്ന കഥയാണ്. ഇത് കഥയല്ല, ഇത് അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാവശ്യം ദൈവവചനം കേട്ട ഒരു ഭാഗമാണ്. ഞാനിതിൽ നിന്നൊരു ദൈവവചനം പ്രസംഗിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. എന്നാൽ ചില കാര്യങ്ങൾ പങ്കുകൊള്ളുവാനായിട്ട് ആഗ്രഹിക്കുക. 5-ാം വാക്യം വായിക്കാമോ? 2:5. 11-ാമത്തെ വാക്യം. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. പ്രിയമുള്ളവരെ, ഈ കൽപ്പന എന്നൊരു വാക്കിന് ഒരു പര്യായം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവൻ
എന്തെങ്കിലും പറഞ്ഞാലെന്നല്ല പറഞ്ഞ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ. അപ്പോൾ കൽപ്പിക്കാൻ, സാധാരണ വ്യക്തി കൽപ്പിക്കാൻ പറ്റത്തില്ല. കൽപ്പിക്കണമെങ്കിൽ പറഞ്ഞതുപോലെ അധികാരം വേണം. എന്തെങ്കിലും കൽപ്പിക്കണമെങ്കിൽ അധികാരം വേണം. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ആത്മീയ അർത്ഥം നിങ്ങൾ ചിന്തിക്കണം. എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അധികാരമുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം അധികാരമേൽക്കുന്ന ദൈവം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവമാണ് ഇവിടെ കൽപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും നാം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഇത് സാധാരണ വാക്കുകളല്ല. സാധാരണ വാക്കുകൾക്കുള്ള ദോഷം എന്തറിയാവോ? അത് മാറിപ്പോകും. എന്നാൽ കൽപ്പന ഒരിക്കലും മാറത്തില്ല, മാറ്റാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ ബോസ് ഒരു ഓർഡർ തന്നെങ്കിൽ അത് മാറ്റുവാനുള്ള അവകാശം എനിക്കില്ല. അദ്ദേഹത്തിന് മാത്രമേ വേണമെങ്കിൽ അത് മാറ്റുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം, സകല പ്രപഞ്ചത്തിലെ സകല ജീവികളുടെ അധികാരിയായ ദൈവമാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്, മോനെ നീ ഭയപ്പെടേണ്ട, മോളെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നീ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എൻ്റെ വടിയും കോലും നിന്നെ ആശ്വസിപ്പിക്കും. അത് സാധാരണ പറഞ്ഞ വാക്കല്ല. അതെന്താണ് നമ്മുടെ ഇന്നത്തെ ചിന്തയിൽ? ദൈവത്തിൻ്റെ കൽപ്പനയാണ്. കാര്യം കൽപ്പന മാറ്റാൻ പറ്റത്തില്ല. വെറുതെ ആ വാക്ക് പറയുമെങ്കിൽ മോനെ നീ ഭയപ്പെടേണ്ട, ആ പറഞ്ഞ വാക്ക് നമ്മളും പലരോടും പറയാറുണ്ട്, നേരം പോക്കിന് വേണ്ടി പറയാറുണ്ട്. സാരമില്ല സഹോദര, പ്രാർത്ഥിക്കാം, പ്രയാസപ്പെടേണ്ട, നമ്മൾ പറഞ്ഞ ഇച്ചിരി വഴിയായിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മളോട് പറഞ്ഞവൻ സാധാരണ വാക്കല്ല പറഞ്ഞത്, അവൻ കൽപ്പിച്ചതാ. അപ്പോൾ നിങ്ങൾക്കും എനിക്കും തന്നിരിക്കുന്ന വാക്തത്വം വെറും പാഴ്വാക്കല്ല. വീണ്ടും ഞാൻ ഓർപ്പിക്കുക, എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ആ വാക്തത്വം, വേദപുസ്തകം മൊത്തം വാക്തത്വങ്ങളുടെ പുസ്തകമാണ്. ഇന്ന് എന്നോട് ഭയപ്പെടേണ്ട എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നുവെങ്കിൽ അതൊരു പാഴ്വാക്കായിട്ടല്ല പറയുന്നത്, അത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയായിട്ടാണ്. വിശ്വസിക്കുമോ? ആരുടെയെങ്കിലും ഉള്ളത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും ഉള്ളത്തോട് ദൈവം പറയുക, മകനെ നീ ഭയപ്പെടേണ്ട, നീ കടന്നു പോകുന്ന കൂരിൽ താഴ്വരയിൽ കൂടിയായിരിക്കും, എന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. അങ്ങനെ പറയുന്നുവെങ്കിൽ ടേക്ക് ഇറ്റ് ഇസ് ആൻ ഓർഡർ. ഇതിനെ എന്തായിട്ടെടുക്കണം? ഇന്നത്തെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായിട്ടെടുക്കണം? അത് വാക്കായിട്ടെടുക്കരുത്, അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഞാൻ ചിന്തിക്കുന്നു, അതേ ശബ്ദം ഒരുപക്ഷെ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നുണ്ടായിരിക്കാം. നമ്മളെ അലട്ടുന്ന പല മാനുഷിക വിഷയങ്ങൾ നമുക്ക് കറക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ എവിടെയോ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? നമ്മുടെ കാതുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ദൈവശബ്ദം ഇപ്പം കേട്ടുകൊണ്ടിരിക്കുക. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ആ വാക്ക് വീണ്ടും ഓർപ്പിക്കുക, അതെന്തോ വാക്കല്ല, പാഴ്വാക്കല്ല, അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പനയ്ക്കുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. അത് അധികാരി എന്ന് വരുന്നത്, അത് മുദ്രണം ചെയ്തതാ, അത് മാറ്റിയെഴുതാൻ പറ്റാത്തതാ. അങ്ങനെയെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കൽപ്പനയാ. ആ വാക്കിനൊരു മാറ്റവും വരുത്തില്ല. വിശ്വസിക്കുന്നോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. സംസാരിക്കുന്നുണ്ടോ ദൈവം? ദൈവത്തിനെ താഴ്ത്തി ഏൽപ്പിച്ചാട്ട്, കർത്താവേ
ഇന്ന് പകൽക്കാലം നീ എന്നോട് സംസാരിക്കണം. എൻ്റെ ചില വിഷയങ്ങളുണ്ട്, അതിന്മേൽ നീ പ്രവർത്തിച്ചേ മതിയാവൂ. അതായിരുന്നു നൈറ്റ് പ്രെയറിൻ്റെ അടിസ്ഥാനം. രാത്രി 10 മണിക്കാണ് കൂടിക്കൊണ്ടിരുന്നേ. അതൊന്നും മറക്കാൻ പറ്റത്തില്ല. നിലവിളിക്കുമായിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞ് നിലവിളിക്കുന്നത് പോലെ നൈറ്റ് പ്രെയറിൽ നിലവിളിക്കുമായിരുന്നു. ഇവിടേക്ക് ലിസിമാമയൊക്കെ ഓർക്കുക. ആ നിലവിളിക്കൊന്നും ഉത്തരം കിട്ടാതെ പോയിട്ടില്ല. ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ ഒത്തിരി പ്രാവശ്യം കൂടെ പറഞ്ഞു. ഇനി പറയുന്ന ബോറിങ് ആണെന്ന് എനിക്കറിയാം. ആഗ്രഹിച്ചത് ആസ്കോണിലെ, അല്ലെങ്കിൽ അന്നത്തെ നമ്മുടെ പേര് ആസ്കോണിലെ ഒരു ലേബർ ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച നിമിഷമുണ്ട്. വിദേശത്ത് വന്നപ്പോൾ ഒരു ജോലി ലഭിക്കാതെ മടങ്ങിപ്പോകണമെന്നുള്ള ചിന്ത വന്നപ്പോൾ മൊറാക്കാബാദ് സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ആസ്കോണിലെ അവരുടെ മറ്റു കമ്പനിയുണ്ട്, മറന്നുപോയി, ഈറ്റിയാന്ന് തോന്നുന്നു. ആ മൊറാക്കാബാദ് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ റോഡ് കുഴിച്ചുകൊണ്ട് ജോലിക്കാരെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇങ്ങനെ ഒരു ജോലിയെങ്കിലും. എങ്ങനെ നന്ദി മറന്ന് നടത്തിയ വിധങ്ങൾ, പരിപാലിച്ച വിധങ്ങൾ, എൻ്റെ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. ആ അനുഭവങ്ങളാണ് അവിടെ ഏറിയ പങ്കും. അന്നോ അല്ലയോ? അങ്ങനെയുള്ളവർ കൈപൊക്കിയേ. എന്നെ അനുഭവത്തിൽ നടത്തിയ ദൈവം അതാ. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹിച്ചത് ഒരു കൂലിവേലക്കാരൻ്റെ ജോലിയാ. എന്നാൽ നിന്നെ കൊണ്ടുവന്നത്, എന്നെ കൊണ്ടുവന്നത് ഒരിക്കലും ചിന്തിക്കാൻ ഒത്താക്കാത്ത പദവിയിലേക്കാ. എന്തുവാ ക്വാളിഫിക്കേഷൻ? എന്തുവാ ശ്രേഷ്ഠത? അവൻ്റെ കൽപ്പനയാണ്. അവനാ പറഞ്ഞ, മോനെ, നീ തീ കൂടെ പോയാലും നീ വെള്ളത്തിൽ കൂടെ പോയാലും അത് നിന്റെ മേൽ കവിയാതെ വണ്ണം ഞാൻ നിന്നെ പരിപാലിച്ചു കൊള്ളാം. സത്യമല്ലേ? ഇന്നും അതേ അനുഭവങ്ങളിൽ കൂടെ നാം കടന്നു പോകുന്നില്ലേ? ഒത്തിരി അനുഭവങ്ങൾ കടന്നു പോകുന്നില്ലേ? തീയുടെ അനുഭവമുണ്ട്, രോഗമുണ്ട്, കഷ്ടമുണ്ട്. എന്നാൽ എന്നോട് കൂടെ ഒരുത്തരുണ്ട്. ഞാൻ വെന്തു പോകേണ്ട സ്ഥാനത്ത് എന്നെ വേവാതെ വണ്ണം പൊതിയുന്ന ഒരു ദൈവകൃപയുണ്ട്. ആ ദൈവകൃപയ്ക്കായ ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഞാൻ പറഞ്ഞ വാക്ക് വീണ്ടും നിങ്ങൾ ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ഇന്നവൻ കൽപ്പിക്കുന്നത് നാം ചെയ്യണം. കാനാവിലെ കല്യാണം നിങ്ങൾക്കറിയാമല്ലോ. യേശുവിൻ്റെ അടയാളങ്ങളുടെ ആരംഭമായിട്ടാണ് കാനാവിലെ കല്യാണത്തെ നാം കാണുന്നത്. എന്നാൽ ആ കല്യാണത്തിന് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്. ചരിത്രകാരന്മാർ പറയുന്നത്, ചിന്തകന്മാർ പറയുന്നത് അമ്മയുടെ ചാർച്ചയിൽപ്പെട്ട ഭവനമാണെന്നാണ്. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ചാർച്ചയിൽപ്പെട്ട ഭവനമാണെങ്കിൽ ഒരുപക്ഷേ അമ്മയുടെ മകനായ യേശുവും അവിടെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആരെയും വിളിച്ചു? ശിഷ്യന്മാരെയും വിളിച്ചു. അതുവരെ യേശുവിൻ്റെ അത്ഭുതം ഒന്നും അടയാളങ്ങളുടെ ആരംഭമായിട്ടുള്ളതാണ് കാനാവിലെ കല്യാണം. എന്നാൽ യേശുവിനെയും ശിഷ്യന്മാരെയും വിളിച്ചു. ഞാൻ പറയാൻ വരുന്നത്, ആ ഭവനത്തിൽ യേശു ഉള്ളൊരു ഭവനമായിരുന്നു. ആ ഭവനത്തിൽ യേശു, അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അറിയാവുന്ന ഈ ദൈവം, ഈ യേശു മതിയായവനാണ്. ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ അവൻ്റെ സാന്നിധ്യം നല്ലതാണെന്ന് ചിന്തിച്ചതായ ഒരു കുടുംബമായിരിക്കാം. അതുകൊണ്ടാണ് ശിഷ്യന്മാരെയും വിളിച്ചു. യേശുവിനെ മാത്രമല്ല, ശിഷ്യന്മാരെയും വിളിച്ചു. ഇന്ന് നാടിൻ്റെ ബന്ധത്തിൽ ഞാനൊന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുടെ കല്യാണത്തിന് 65 ലക്ഷം രൂപയാണ് നാട്ടിൽ ചിലവഴിച്ചത്. 65 ലക്ഷം രൂപ. നിങ്ങൾക്കറിയാമല്ലോ,
ഞാനൊരു ചെറിയ ശുശ്രൂഷയിൽ നാട്ടിൽ നിൽക്കുന്നുണ്ട്. ജീവസ്പർശം പ്രയർ ആൻഡ് ചാരിറ്റിയുടെ ഓരോ മനുഷ്യരുടെ നിലവിളി അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു നേരത്തെ നിങ്ങൾ ചോദിക്കും അങ്ങനെ ആൾക്കാരുണ്ടോ എന്ന്. ഒരിടത്ത് വിളിച്ചപ്പോൾ, ഒരു രോഗിയുടെ സഹായത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അവർ പറയുന്നത്, സാറേ ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് 3 ദിവസമായി. അവിടെയാണ് ഞാൻ ഓർക്കുന്നത്, പണ്ട് ആളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, സ്വന്തം സഹോദരിയോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് കഴിച്ച് കളയുന്ന വേസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കും. വീണ്ടും റിപ്പീറ്റ് ചെയ്യട്ടെ, നിങ്ങളുടെ കുഞ്ഞ് കഴിച്ച് കളയുന്ന ആരുള്ള പറയുക, സ്വന്തം സഹോദരിയോട് പറയുന്നതാ, എൻ്റെ കുഞ്ഞ് ജീവിക്കും. നാട്ടിൽ ഈ അനുഭവങ്ങളൊക്കെയാ. ഒരു വശത്ത് വിവാഹം കൊഴുപ്പിക്കുക, വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ നാം മുന്നോട്ട് പോയാൽ തകർന്നുകൊണ്ടിരിക്കുക. 3 ദിവസമേ ഉള്ളൂ ലാസ്റ്റിങ്. ഇന്ന് നടക്കുന്ന മിക്ക വിവാഹങ്ങളും മാക്സിമം ഒരാഴ്ച. കേൾക്കുന്നുകൊണ്ടാണ് പറയുന്നത്, അല്ലെ കാണുന്നുകൊണ്ടാണ് പറയുന്നത്. എത്ര ലക്ഷം ചിലവാക്കിയ? 65 ലക്ഷം രൂപ ചിലവാക്കിയത്. എന്നാൽ ദൈവവചനം, അച്ഛന്മാരൊക്കെ ഔട്ടാ. പണ്ടൊക്കെ കേക്ക് കട്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതിൽ ക്ഷമിക്കുക, കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് വെഡിങ് സെറമണി ആ സമയത്താണ്. ഇപ്പോൾ എൻഗേജ്മെൻറ്റ് സമയത്ത് പോലും കേക്ക് കട്ടിങ്ങും മധുരപാനീയം കുടിക്കലുമൊക്കെയാണ്. അച്ഛന്മാർക്കൊന്നും അവിടെ ഒരു പങ്കുമില്ല. വീഡിയോക്കാരനാണ് ഞാൻ ഒരു കല്യാണം നടത്തിയതാ. നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുക ആത്മാർത്ഥമായിട്ടൊരു ചുംബനം കൊടുക്കണമെന്ന്. പക്ഷേ ഈ വീഡിയോക്കാരൻ നമ്മളെ അങ്ങ് ബഹളമാക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പറയും ചുംബനം. ആത്മാർത്ഥമായിട്ട് കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹം പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുക. പ്രാർത്ഥിച്ചല്ലോ. നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഇത് അകലെയല്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ നാളെ എൻ്റെ നിങ്ങളുടെ ഭവനത്തിൽ വരാതിരിക്കണമെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് തളിച്ച ഭവനങ്ങളിൽ സംഹാരകൻ കടന്നു വരാതെ സൂക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ വിചാരിക്കും, ഓ ഇതൊന്നും എൻ്റെ ഭവനത്തെ വരത്തില്ലെന്ന്. അല്ല, ഞാൻ ഒരു തമാശ പറയുന്ന വാക്കാ. നാളെ യാഥാർത്ഥ്യമായാൽ എൻ്റെ കുറ്റം പറയരുത്. ഇന്ന് നാട്ടിലുള്ള ബംഗാളികളൊക്കെ നാളെ നമ്മുടെ ബന്ധുക്കാരായി മാറാൻ പോകുന്ന കാലമാണ്. ഞാൻ തമാശയായിട്ടാണ് പറഞ്ഞെങ്കിലും അങ്ങ് അകലെയല്ല. ഈ ദുഷ്ടശക്തികളൊന്നും എൻ്റെയോ നിങ്ങളുടെയോ ഭവനത്തിൽ വരാതെ വണ്ണം എന്ത് ചെയ്യണം? മുദ്രയിട്ട് കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച ഭവനങ്ങളിൽ സംഹാരകൻ കടന്നു വരാതെ വണ്ണം പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ യേശുവിനെ ശിഷ്യന്മാരെയും ആ ഭവനത്തിൽ ക്ഷണിച്ചു. ഞാൻ അവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞാണെന്ന് തോന്നുന്നു. നമ്മൾ യേശുവിനെ നമ്മുടെ കല്യാണത്തിന് വിളിക്കാറുണ്ടോ? നമ്മളെല്ലാവരെയും വിളിക്കും, ബിഷപ്പിനെ വിളിക്കും. നാട്ടിലുള്ള ഇന്ന് അച്ഛന്മാർക്ക് പുൾപ്പിറ്റ് നിൽക്കാൻ സ്ഥലമില്ല. പള്ളിയുടെ ശുശ്രൂഷയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായതാ. അച്ഛന്മാർ പിന്നെ വെളിയിൽ വന്ന് നിൽക്കേണ്ടി വരിക. അത്രയ്ക്ക് അച്ഛന്മാരുടെ എണ്ണമൊക്കെ കൂടുതലാണ്. എന്നാൽ വിളിച്ചോ, നല്ലതാ, വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിനു മുമ്പ് ഒരു കല്യാണക്കുറി നിൻ്റെ തീന്മേശയിലെ നിൻ്റെ കാണാത്ത അതിഥിയായ യേശുവിനെ നീ അയച്ചു. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. അത് ഏറെ നാൾ കഴിയുന്ന മുമ്പേ മടക്കി തരുന്ന ഒരു ദൈവമാണ്. ഇവിടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ നാം യേശുവിനെ ക്ഷണിച്ചു. ഈ ഭവനത്തിൽ ആരെ വിളിച്ചു? യേശുവിനെ വിളിച്ചു.
യേശുവിനെ മാത്രമല്ല ദൈവമക്കളെയും വിളിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം യഹൂദന്മാരുടെ വിഭാഗത്തെക്കുറിച്ച്. നമ്മളെപ്പോലൊന്നും അല്ല. നമ്മുടെ കൾച്ചർ ഇനി പറയാൻ പോയി കഴിഞ്ഞാൽ മൊത്തമായിട്ടും മാറിയിരിക്കുന്ന ഒരു കൾച്ചറാണ്. പണ്ടൊക്കെ ഒരു വിവാഹ ശുശ്രൂഷ ഉണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ എൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ കുടുംബമായിട്ട് അങ്ങ് പോകും. ഞാൻ എന്നെ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ഒരമ്മാച്ചനും ഒരു ചേഴക്കാരനും വീട്ടിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവർ പറയുന്നത് നേരെ പള്ളിയിലോട്ടോ ഓഡിറ്റോറിയത്തിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ യഹൂദന്മാരുടെ വിവാഹം ഞാൻ 2-3 യഹൂദന്മാരെ നേരിട്ട് മനസ്സിലാക്കാനിടയായിട്ടുണ്ട്. അവർക്ക് അവരുടെ ആ രീതിക്ക് ഒരു മാറ്റവുമില്ല. ഇവിടെ ഈ ഇസ്രയേലുകാർ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഔദ്യോഗികമായ ഭാഗം വെച്ചിട്ട് 1-2 ഇസ്രയേലുമായിട്ട് എനിക്ക് നേരത്തെ പരിചയപ്പെടാനിടയായി. അവരുടെ സംസാരമൊക്കെ ആ രീതിയിലാണ്. അവർ നമ്മളെപ്പോലെ വാവിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള വളരെ ശാന്തരായി വളരെ ഇതായിട്ട് അവർ സംസാരിക്കത്തുള്ളൂ. അവരുടെ മതപരമായ കാര്യങ്ങൾ ഒരു വ്യത്യാസവും ഞാൻ കണ്ടില്ല. അപ്പോൾ യഹൂദന്മാരുടെ വിവാഹം ഞാൻ പറഞ്ഞല്ലോ ആഴ്ചകളാണ്. എന്നാൽ ഇവിടെ വിവാഹത്തിന് കണക്ക് തെറ്റി. ഇവിടെയാണ് നമ്മുടെ മാർത്തമാക്കാർ പറയുന്നത്, നമ്മുടെ ആളുകൾ പറയുന്നത്, യേശു വീഞ്ഞു കുടിക്കാനുള്ള അനുമതി കൊടുത്തെന്നു. കഴിഞ്ഞ ആഴ്ച ഒരു അച്ഛൻ്റെ വീഡിയോ ഞാൻ കേട്ടു. അച്ഛൻ പറയുന്നത് കേട്ടു, മദ്യപിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും അത് ദൈവവചന വിരുദ്ധമല്ലെന്നാണ് പറഞ്ഞു. കാലം എവിടെ എത്തിയിരിക്കുക? നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ എൻ്റെ ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ, ദൈവം ആ വീഞ്ഞവിടെ തന്നതുകൊണ്ട് നിന്റെ വീടിൻ്റെ അപമാനം, നിന്റെ വീടിൻ്റെ പ്രയാസത്തിലാണ് ദൈവം പ്രവർത്തിച്ചത്. നിന്റെ അപമാനത്തെ സന്തോഷകരമാക്കി മാറ്റുവാൻ പ്രവർത്തിച്ചുവെങ്കിൽ, ഇന്ന് ഈ വസ്തു നിന്റെ സന്തോഷകരമായ അനുഭവത്തെ ദുഃഖകരമായി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മായിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആ വീടിൻ്റെ അപമാനം മാറ്റുവാൻ വേണ്ടിയാ യേശു ക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കിയത്. എൻ്റെ കുഞ്ഞ് നിന്നിതിനാകാൻ പോവുക. ആ വീടിൻ്റെ കുറവ് പരിഹരിച്ച് അവരെ എന്തിലേക്ക് നയിക്കാൻ? എന്നോട് കൂടാണോ? എന്തിലേക്ക് നയിക്കാൻ? അവരെ സന്തോഷത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാ കർത്താവ് ആ ശുശ്രൂഷ അവിടെ ചെയ്തത്. എന്നാൽ ഇന്നത്തെ വീഞ്ഞോ, ഒരു വീട് സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ ഉന്മൂലനം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമായി ലഹരി മരുന്നുകളും മദ്യവും മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പരിണിത ഫലങ്ങളാ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ പ്രാർത്ഥിച്ചതുപോലെ രാവിലെ പത്രം നോക്കാൻ പറ്റത്തില്ല, ന്യൂസ് വെക്കാൻ പറ്റത്തില്ല. ഒറ്റ കാര്യമുള്ളൂ നാട്ടിൽ, വേറെ വാർത്തയൊന്നുമില്ല. മീഡിയക്കാർക്ക് വേറെ വാർത്തയൊന്നുമില്ല. ഇപ്പം പിണറായിയൊക്കെ താഴെ കിടക്കുക, അങ്ങനെയുള്ള വാർത്തയൊന്നും കേൾക്കുന്നില്ല. ഇപ്പം കേൾക്കുന്ന മൊത്തം ലഹരി മരുന്ന്. 4 ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് പോലും ലഹരി മരുന്ന് കൊടുക്കുന്നതായ ഞാൻ പറയും ദൈവവചന കേൾവി അങ്ങനെ രീതിയിലേക്ക് മാറ്റണം. നമ്മൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിപ്പാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. UAE പേടിക്കണ്ട, അതെനിക്കറിയാം. പക്ഷേ നാട്ടിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട ഏരിയ അത്. എൻ്റെ കുഞ്ഞ് സ്കൂളിൽ പോയച്ച് വരുമ്പോൾ അവൻ്റെ മൊബൈൽ എന്താണ്, അവൻ്റെ കൈവശമുള്ള ബുക്കിനകത്ത് എന്താണ്, ഇതൊക്കെ തിരക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഓർപ്പിച്ചല്ലോ, യേശു ഉള്ള ഭവനത്തിൽ കുറവ് വന്നു. എന്നാൽ യേശുവിനോടൊപ്പം ഞാൻ പറഞ്ഞു ശിഷ്യന്മാരുമുണ്ട്, അമ്മയുമുണ്ട്. ആ കുറവിനെ അവിടെയാണ് അമ്മ പറഞ്ഞത്. അമ്മ ആ കുറവ് അറിഞ്ഞു. ഈ അമ്മ എല്ലാ അമ്മമാരുടെയും ഒരു പ്രതിനിധിയാണ്. ഒരമ്മയുടെ ഉത്തരവാദിത്വം അവിടെ എന്താണ് ഉത്തരവാദിത്വം? ഒരു വീടിൻ്റെ കുറവ് അറിയുവാൻ. അപ്പറേക്കാൾ കുറ്റം പറയല്ല. ഒരു വീടിൻ്റെ കുറവ് ആദ്യം അറിയേണ്ടത് അമ്മയാണ്. എന്ന് പറഞ്ഞാൽ
നമ്മുടെ തലമുറ എങ്ങോട്ട് പോന്നു? നമ്മുടെ വീട്ടിലെ രോഗവും ഭാരവും എല്ലാം ആദ്യം അറിയേണ്ടത് അമ്മയാണ്. ഈ അമ്മ ആ വീട്ടിലെ കുറവ് അറിഞ്ഞു. പക്ഷെ ആ അമ്മ ചെയ്ത് എന്താ അറിയാവോ? ആ അമ്മ നാട്ടുകാരോട് പറഞ്ഞ് പരത്തിയില്ല. ഇന്ന് എവിടെയെങ്കിലും ഓരോരുത്തരൊക്കെ കല്യാണം നടത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാനുഷ്യമായി നമുക്ക് മനസ്സിലായി. എവിടെയെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ നമ്മളായ വില്ലന്മാർ അത് പറഞ്ഞ് പരത്തിയ ആ വ്യക്തിയെ നാറ്റം കെടുത്തും. അതാ നാട്ടിൽ കണ്ടുകൊണ്ട് നാട്ടിലല്ല എല്ലായിടവും 99% ശരിയായി. എവിടെയെങ്കിലും ഒരു പോരായ്മ വന്നത്, ഞാൻ ഉൾപ്പെടെയാന്ന് പറഞ്ഞേ, ആ കുറവരെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തില്ല. എന്നാൽ ഈ അമ്മ ആ വീടിൻ്റെ കുറവിനെ മറ്റുള്ളവരോട് പറഞ്ഞില്ല. അമ്മ കുറവ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു. നിങ്ങളുടെ കുറവ് എന്ന് ആരോട് പറയണം? യേശുവിനോട് പറയണം. പ്രിയമുള്ളവരെ, ആ ശുശ്രൂഷ നാം ഏറ്റെടുക്കുമോ? നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുന്നവരോട്, നമ്മുടെ ഭവനത്തിലുള്ളവരോട് ഒരു അപമാനം അവർക്ക് വന്നാൽ ഉടനെ ഞാൻ സന്തോഷിനെ ഫോൺ വിളിക്കും. സന്തോഷേ, അറിഞ്ഞോ ഇന്ന വീട്ടിൽ, പൗലോച്ചൻ്റെ വീട്ടിൽ ഇന്ന പ്രശ്നം? പൗലോച്ചൻ പോലും അറിഞ്ഞു കാണത്തില്ല. പക്ഷേ അതിന് മുമ്പേ തോന്നൂട്ടിച്ചാൽ അറിഞ്ഞു, സന്തോഷനോട് പറഞ്ഞും കഴിയും. എന്നാൽ ഒരുത്തൻ്റെ വീട്ടിൽ, അതാണ് ദൈവമക്കളുടെ ശുശ്രൂഷ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനേറിയ ഭാരം വരുമ്പോൾ, അവന് പ്രയാസം വരുമ്പോൾ, അവന് ദുഃഖം വരുമ്പോൾ, അവൻ്റെ തലമുറയെക്കുറിച്ചുള്ള യാതി വരുമ്പോൾ ദൈവമക്കൾ പറയേണ്ടവരോട് പറയുമോ? എൻ്റെ സഹോദരൻ്റെ ഭവനത്തിൽ വന്നത് എൻ്റെ ഭവനത്തിൻ്റെ വേദനയാണെന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? അവിടെയാണ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ അടുത്ത സമയത്ത് ഒരച്ചായനെ കുറിച്ച് ഞാൻ കേട്ടു. അച്ചായൻ അമേരിക്കയിലൊക്കെ പോയിച്ച് വന്ന് വലിയ മാളികയൊക്കെ വെച്ചു. ഇത് യാഥാർത്ഥ്യമാണ്. എന്നാൽ സ്വന്തം അനുജൻ തൊട്ട് താഴെ വശം കിടക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വീട്. അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ്. ഈ അനുജത്തിയെ ഓട്ടോറിക്ഷയെ കൊണ്ടുവരണമെങ്കിൽ ഈ സഹോദരൻ്റെ പുരയിടത്തെ കൂടെ കൊണ്ടുവരണം. ഇത് ഭയങ്കര വിശ്വാസിയുമാണ്. ആരെ? അമേരിക്കൻ അച്ചായന് ഭയങ്കര വിശ്വാസിയാണ്. പക്ഷേ അനിയൻ്റെ ഭാര്യയെ ഓട്ടോറിക്ഷയെ കൊണ്ടുവരാൻ അവർ ചുമന്നുകൊണ്ട് വരണം. എവിടെ നമ്മുടെ വിശ്വാസം? പ്രിയമുള്ളവരെ, ഇന്നത്തെ ദൈവജനത്തിൻ്റെ മറവിനെ ഓർപ്പിക്കുക. എൻ്റെ സഹോദരൻ്റെ ഭവനത്തിൽ, എൻ്റെ ചുറ്റുപാടിൽ എന്തെങ്കിലും അപമാനം വന്നാൽ, കുറവ് വന്നാൽ, അത് നീ പറയേണ്ടടുത്ത് പറയുമോ? ഇവിടെ കുറവ് വന്നപ്പോൾ യേശുവിനോട് പോയി പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്ത് വിഷയമായിക്കൊള്ളട്ടെ പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ കുറവ്. മറ്റാളുടെ പറഞ്ഞാൽ ഇന്ന് സ്നേഹമായിട്ടിരിക്കുന്നവൻ നാളെ ശത്രുവായി തീരും. അവർ പലയിടത്തും അത് പ്രചരിപ്പിക്കും. എന്നാൽ നിൻ്റെ ആദി എന്തായാലും, നിൻ്റെ ഭാരം എന്തായാലും, നിൻ്റെ രോഗം എന്തായാലും പറയാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് യേശുവിൻ്റെ സന്നിധി. ഇത് യേശുവിൻ്റെ അടുക്കൽ. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികൾക്ക് ഒരു മാതൃകയാണ് യേശുവിൻ്റെ അമ്മ. എന്നാൽ യേശുവുള്ള ഭവനങ്ങളിൽ ഇല്ലായ്മകളും വല്ലായ്മകളും ഇല്ലെന്നല്ല, ഉണ്ട്. യേശുവുള്ള പടകിലല്ലയോ ഉലച്ചിലുണ്ടായത്? യേശുവുള്ള പടകിൽ കുറവുണ്ട്. യേശുവുള്ള കുടുംബത്തിൽ പ്രയാസങ്ങളും ദുരിതമുണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ, ജീവിതത്തിൽ അപകടങ്ങൾ വന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, എന്നോട് കൂടെ എൻ്റെ ദൈവം ഉണ്ട്. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നിന്നെ പരിപാലിപ്പാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈ പടകിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. പിന്നെ നിങ്ങൾക്ക്
അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം. എന്തോ പറഞ്ഞ് കൽപ്പാത്രങ്ങളിൽ പോയി വെള്ളം നിറയ്ക്കാനായിട്ട്. ഈ കൽപ്പാത്രം നിങ്ങൾക്കറിയാം, എന്നേക്കാൾ കൂടുതൽ ഈ കൽപ്പാത്രത്തിൻ്റെ കഥ പല രീതിയിൽ നാം കേട്ടവരാ. ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് യേശു ആവശ്യപ്പെടുക. ഈ കൽപ്പാത്രത്തിൻ്റെ പ്രത്യേകത എന്താ? എവിടെയോ ഉപേക്ഷിച്ച ഒരു കൽപ്പാത്രം, ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നായ കൽപ്പാത്രം. ഞാൻ ആ വചനം പറയാൻ കാര്യമെന്ന് അറിയാമോ? ഒരു പക്ഷേ നിങ്ങൾക്കറിയാം, ദാവീദ് എല്ലാവരും തള്ളപ്പെട്ടവനാ. നാം തള്ളപ്പെട്ടതിനെ ചേർത്തുകൊള്ളുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവവചനത്തിന് മുമ്പിൽ ആരെങ്കിലും ആ ഒരു ചിന്തയിലായിരിക്കുന്നുവെങ്കിൽ, കർത്താവേ, ഞാൻ അപമാനമേറ്റവനാ, ഞാൻ ആർക്കും കൊള്ളാത്തവനാ, എന്നെ ആർക്കും വേണ്ടാത്തവനാ, എന്നാൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്നെ അറിഞ്ഞ ഒരു ദൈവമുണ്ട്. അവന് നിന്നെ ആവശ്യമാണ്, അവന് നിന്നെ ആവശ്യമാണ്. ഒരുപക്ഷെ ലോകപ്രകാരം നാം തള്ളപ്പെട്ടെങ്കിൽ ഉള്ളത് നാം കൊടുത്താൽ മതി. ബാലൻ ഉള്ളത് അങ്ങ് ഏൽപ്പിച്ചു, സറാഫത്തിലെ വിധവ ഉള്ളതങ്ങ് ഏൽപ്പിച്ചു, ഇല്ലയോ? ഉള്ളതങ്ങ് ഏൽപ്പിച്ചാൽ മതി, ബാക്കി അവൻ ചെയ്തോളും. ഏൽപ്പിച്ചാട്ട്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന പോരായ്മയുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രയാസമുണ്ട്, എന്നാൽ എന്നെ നിറയ്ക്കുവാൻ നീ ശക്തനാണ്. എന്നെ നിറയ്ക്കുവാൻ ഞാൻ യോഗ്യതയില്ലാത്തവനാ. എമ്പേ ഓർപ്പിച്ചല്ലോ, യോഗ്യതയില്ലാത്തവനാ, ഞാൻ ശ്രേഷ്ഠതയില്ലാത്തവനാ, ഞാൻ വെറും കൽപ്പാത്രമാ. ഈ കൽപ്പാത്രം പുറംപറമ്പിലാ, എന്നാൽ എന്നെ നിറയ്ക്കുവാൻ നീ ശക്തനാ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ശരിയല്ലയോ? പല കൂരിലുള്ള അനുഭവങ്ങൾ വന്നപ്പോൾ അതിനെ സൂര്യ തേജസ്സാക്കി മാറ്റിയത് എന്തോ അറിയാവും? ഞാൻ വിശ്വസിച്ചു. എന്തോ വിശ്വസിച്ചു? എന്നോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ എത്ര അധികം. എലീശായുടെ ശിഷ്യന്മാർ കണ്ടതായ വലിയ സത്യം, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ എത്ര അധികം. ഒഴിഞ്ഞ കൽപ്പാത്രമായിരിക്കാം, അഴുക്ക് പറ്റിയ കൽപ്പാത്രമായിരിക്കാം, എന്നാൽ അതിൽ നിറയ്ക്കുവാൻ അവൻ ശക്തനാണ്. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. വീണ്ടും നാം അവിടെ പറയുമ്പോൾ എന്തിനാ ഈ കൽപ്പാത്രം നിറച്ചാൽ? കോരി വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പലപ്പോഴും എന്നെ എൻ്റെ കുടുംബത്തെ മാത്രം അനുഗ്രഹിച്ചാൽ മതി. നിന്നെ നിറയ്ക്കുന്നത്, നമ്മളെ നിറയ്ക്കുന്നത്, നിന്റെ കൽപ്പാത്രത്തിലെ അഴുക്ക് മാറ്റുന്നത്, മൊറാക്കാബാദിലെ ജോലി ലഭിക്കാതെ നിന്നെ ഉന്നത സ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയത്, ആ അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാ. അല്ലാതെ ഇതെല്ലാം എൻ്റെ മിടുക്ക, എൻ്റെ കരുത്ത, എൻ്റെ ശക്തിയ, ഇതെല്ലാം നേടിയെന്ന് പറഞ്ഞാൽ നീ മൂഢനാ. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്ന മൂഢത്തരമാണ്. നടത്തിയ ദൈവത്തെ, എൻ്റെ കണ്ണുനീരിനെ മാനിച്ച ദൈവത്തെ, നമ്മെ വിടുവിച്ച ദൈവത്തെ, നാം രാത്രിയിൽ ഓലവാല കരഞ്ഞില്ലയോ? ആ ദിനങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ആ അനുഗ്രഹിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് കോരിക്കൊടുക്കാനായിട്ട് ഈ പകൽക്കാലം ഓർപ്പിക്കുക. എന്താണ് ഈ വെള്ളം? നമ്മളിൽ ദൈവം തരുന്ന പരിശുദ്ധാത്മാവ്, ദൈവം നമ്മളിൽ നിറയ്ക്കുന്നതായ ആ കൽപ്പാത്രം, ആ ഉടഞ്ഞു കിടന്ന കൽപ്പാത്രം, ആ തകർന്നു കിടന്ന കൽപ്പാത്രം, ആ അഴുക്ക് കയറി കിടന്ന കൽപ്പാത്രം, അതിനെ ശുദ്ധി ചെയ്ത്. എന്തുകൊണ്ട് ശുദ്ധി ചെയ്തു? വില കൊടുത്തതാ കാൽവറിയിൽ. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വില കൊടുത്തതാ കാൽവറിയിൽ. അതുകൊണ്ടാണ് അതിനെ ശുദ്ധീകരിച്ചത്, അതുകൊണ്ടാണ് അതിനെ നിറച്ചത്. ആ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമ്മെ
ദൈവം ഇടയാക്കട്ടെ. ഈ പകൽക്കാലം അവൻ നമ്മളിൽ തന്നായ വാക്കുകളെ അനുസരിപ്പാൻ, കർത്താവെ നിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ ഞാൻ എന്നെ തന്നെ വിനയപ്പെടുത്തുന്നു, ലജ്ജിക്കപ്പെടാതെ നമ്മെ കാക്കുവാൻ അവൻ ശക്തനാണ്. നിങ്ങൾ ഈ വാക്യത്തിൻ്റെ അവസാനം വായിക്കുന്നുണ്ട്, അവൻ കഫർന്നഹൂമിലേക്ക് പോയി. നാം ഈ വിളി കേട്ടില്ല എങ്കിൽ ഗുരു ചാരയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്കറിയാം, എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ബാബുച്ചാൻ്റെ വലതുവശത്തുണ്ട്, എൻ്റെ വലതുവശത്തുണ്ട്. ഗുരു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗുരു ചാരയുണ്ട്, നമ്മുടെ അരികെയുണ്ട്. ഇല്ലെങ്കിൽ അവൻ എങ്ങോട്ട് പോകും? നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഭ്രാന്തി പിടിച്ചിരിക്കുന്ന കല്ലറയിൽ കിടക്കുന്നിടത്തേക്ക് പോവും. അവൻ കഫർന്നഹൂമിലേക്ക് പോയി. തീരുമാനിക്കുക, ഇന്നത്തെ ദൈവവചനത്തിനു മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. കർത്താവേ, നിന്റെ കൽപ്പന നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് അനുസരിക്കും. നിന്റെ വാക്ക് പാഴ്വാക്കല്ല, നിന്റെ വാക്ക് അധികാരികൾ എന്നുള്ള കൽപ്പനയാണ്. അതിനൊരിക്കലും മാറ്റം വരുത്തില്ല. എന്നോടുള്ള നിന്റെ ദയയ്ക്കായി, എന്നോടുള്ള നിന്റെ കരുണയ്ക്കായി, നീ എൻ്റെ ജീവിതത്തിൽ തന്ന ഓരോ വാക്കിനായും ഞാൻ എന്നെ തന്നെ വിനയപ്പെടുത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എന്നെയും സഹായിക്കുമാറാകട്ടെ. തുടർന്നുള്ള നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണം. മാതാവിനെക്കുറിച്ചൊരു വാക്ക് പറയട്ടെ. അല്പം ക്ഷീണിതയിലാണ്, ഓർമ്മയുടേതായ പ്രയാസം അതുമാത്രമേ ഉള്ളൂ. പ്രയാസത്തിലായിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ പ്രിയ മാതാവിനെ വഹിക്കണം. കുഞ്ഞുങ്ങളൊക്കെ സുഖമായിരിക്കുന്നു. നിങ്ങളെ കാണുവാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞാൻ ചിന്തിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ആയുസ് തരുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണുകയും ഒരുമിച്ച് ആരാധിക്കുകയും ചെയ്യാമെന്നൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വചനം നമുക്ക് പ്രിയ തോമസ് കുട്ടി ബ്രദറിൽ കൂടെ കേൾക്കുവാനിടയായല്ലോ. നന്ദിയോടെ സ്തോത്രം. കാനാവിലെ കല്യാണത്തിന് കർത്താവും ശിഷ്യന്മാരും കടന്നു വന്ന് അതിൻ്റെ പോരായ്മകളെയൊക്കെ പരിഹരിപ്പാൻ ഹല്ലേലൂയ ദൈവം കടന്നു വന്ന് ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ അമ്മ പറഞ്ഞു, അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ ഹല്ലേലൂയ അത് ചെയ്യുവീനെന്ന് അവിടെ നിന്നവരോട് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവമായ ഹല്ലേലൂയ നമ്മൾ എന്തെങ്കിലും ദൈവം നമ്മളോട് കൽപ്പിക്കുന്നത് ചെയ്യുവാൻ ഈ പകൽക്കാലം നമ്മോട് ഉത്ബോധിപ്പിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി പ്രമാണിച്ചാൽ ഹല്ലേലൂയ കർത്താവിനോട് ചേർന്നുള്ളൊരു ജീവൻ നയിച്ചാൽ നിശ്ചയമായും നമ്മുടെ നൊമ്പരങ്ങളെ മാറ്റുന്ന ദൈവം, നമ്മുടെ കരച്ചിലിനെ മാറ്റുന്ന ദൈവം ഹല്ലേലൂയ. പ്രിയ തോമസ് കുട്ടി ബ്രദറിന്റെ സാക്ഷ്യത്തോടുകൂടി പറഞ്ഞല്ലോ ഹല്ലേലൂയ. ഹല്ലേലൂയ ഒന്നുമില്ലായ്മയിൽ ഉണ്മയിലേക്ക് നടത്തുന്നവനായ ദൈവം ഹല്ലേലൂയ. നമ്മളെ കുറവുകളെ യേശുവിൻ്റെ മുന്നിൽ പറഞ്ഞാൽ ഹല്ലേലൂയ അവനത് പോക്കുന്ന ദൈവമാണ്, പരിഹരിക്കുന്ന ദൈവമാണ്. നമുക്കെല്ലാവർക്കും ആ സാക്ഷ്യമാണ് നമുക്കുള്ളത് ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ ചൂടിൻ്റെ മധ്യാഹ്നത്തിലും ഈ കടന്നു വന്ന ഈ ഹോളിൽ നല്ല രക്ഷകനെ കാണുവാനും ഹല്ലേലൂയ അവൻ്റെ സന്നിധിയിൽ വീണ്ടും വീണ്ടും സ്തോത്രം പറയുവാനും ദൈവം നമുക്ക് തരുന്ന ഓരോ അവസരങ്ങൾ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പോരായ്മകളെയും കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ, ഒരു പടിയൂടെ കർത്താവിനോട് ചേർന്നുള്ള ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വചനം ഹല്ലേലൂയ വീണ്ടും പ്രിയ തോമസ് കുട്ടി ബ്രദർ കൂടെ കേൾക്കുവാൻ സഹായിച്ചല്ലോ. നിന്റെ മകൻ്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നാട്ടിൽ നടത്തുന്ന ശുശ്രൂഷകളൊക്കെയായി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ആപത്തിൽ നിന്നൊക്കെയും പ്രിയ വൈതലിനെ ദൈവം വിടുവിച്ചല്ലോ. ഹല്ലേലൂയ കുടുംബമായിട്ട് ഹല്ലേലൂയ ഈ ദേശത്തായിരിക്കാൻ ഒരു അവസരം കൂടെ തന്നല്ലോ. പ്രിയ മോളമ്മ സഹോദരിക്കായി പ്രാർത്ഥിക്കാം. നാളെ പുതിയൊരു ജന്മദിനം കർത്താവ് കൊടുക്കുന്നല്ലോ. അതിനായി നമുക്ക് സ്തോത്രം കരയറ്റാം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ തുടർന്നും ഹല്ലേലൂയ നടത്തുവാൻ കുടുംബമായിട്ട് അവരെ ദൈവം അനുഗ്രഹിക്കാൻ നമുക്ക് ദൈവം ലഭിച്ച് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിതമേ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മധ്യാഹ്ന സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, 2025 3-ാം മാസം ഈ നോയമ്പിന്റെ കാലഘട്ടത്തിൽ കർത്താവിന്റെ സന്നിധി ഞങ്ങൾക്ക് വീണ്ടും കടന്നു വരുവാൻ ദൈവം ഇടയാക്കി മുഖാന്തരത്തിനായി സ്തോത്രം. ദൈവമേ, സംഭവബഹുലമായ ലോകത്തിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നത് കർത്താവേ ഹല്ലേലൂയ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വഷളത്വവും വിളച്ചയും നിറഞ്ഞ ലോകത്തിൽ കൂടെ ഞങ്ങളെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് കർത്താവെ ഹല്ലേലൂയ അവരാരും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിക്കുക. അന്ധകാര ശക്തി പൈശാചികൻ ആരെ വിഴുങ്ങുകൊണ്ടുവന്ന് കർത്താവെ ഹല്ലേലൂയ ഊടാടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ ഞങ്ങളുടെ തലമുറകൾ വ്യത്യസ്തരായി തീരുവാൻ കർത്താവിൻ്റെ രക്തം കൊണ്ട് അവരെ മുദ്രയിട്ട് കാവ് ചെയ്യുമാറാണ് എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ശക്തമായ വചനത്തിനായി പ്രാർത്ഥിക്കുകയാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവമേ സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്ന് വിവിധ ശുശ്രൂഷ ചെയ്ത എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സൂമിൽ കൂടെയും കൂട്ടായ്മയെ സംബന്ധിക്കാൻ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. പ്രിയ വേക്കുട്ടിച്ചാനായി കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ മകനെ കർത്താവ് ശക്തീകരിക്കണം. കർത്താവെ, പുതിയ കുറിവുകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ശാരീരിക സൗഖ്യവും ആത്മീക ബലവും ഒക്കെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, നന്ദിയോട് സ്തോത്രം. നേതൃത്വം കൊടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഗായസംഘത്തിനായി പ്രാർത്ഥിക്കുന്നു. താവേ ഹല്ലേ സൂം കൈകാര്യം ചെയ്യുന്ന താവേ പ്രിയ മകനായി പ്രാർത്ഥിക്കുകയാണ്. താവേ ഹല്ലേലൂയ ഈ ഹോളിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താവേ, ഇവിടെ തുടർന്ന് ആരാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താവേ, നാളെ മുതൽ നടക്കുന്ന സക്രിയ ബ്രദറിന്റെ കൺവെൻഷനായി പ്രാർത്ഥിക്കുന്നു. അത് അനുഗ്രഹ വിഷയമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ അടിയങ്ങൾ പിരിഞ്ഞു പോകുന്നു. കർത്താവെ, പിരിയ സാന്നിധ്യങ്ങൾ നിറയ്ക്കണമേ. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ കർത്താവെ പ്രിയ ജോൺസിനെയും കുടുംബത്തെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ കർത്താവ് നിന്റെ മകനെ നിറച്ചുകൊള്ളുമാറാണ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അടുത്ത ആഴ്ച വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം സഹായിക്കണം. കർത്താവെ, മഹത്വം എടുക്കണമേ. വരവിനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദൈവം ഉണ്ടായി കേൾക്കണം. സ്വർഗപിതാവേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനെ രക്ഷിച്ചോളൂ. എന്തുകൊണ്ടെന്ന് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാവുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തോടുകൂടിയും വചനം ശുശ്രൂഷിച്ച അവിടുത്തെ കർത്തദാസനോടുകൂടിയും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളോടുകൂടിയും ഞങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിന്റെ ആവശ്യങ്ങളോടുകൂടി ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരയണമേ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആഴ്ച നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രിയ കോശി ബ്രദർ ദൈവവചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്.